മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു നഷ്ടങ്ങളൊന്നും വേറൊരാൾക്ക് സ്വന്തം വീട്ടിലുള്ള ആൾക്ക് പോലും നഷ്ടം സഹിച്ച് കൊടുക്കാനൊന്നും കഴിയില്ല. അത് അയാൾക്ക് തന്നെ കവർ ചെയ്യാനേ കഴിയും. ക്യാപിറ്റലിൽ തന്നെ നമ്മളിത് ഇത്ര കാലം അത് ലോസിലാവ് പോകാമെന്നുള്ളത് തന്നെ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങും. ഒരു സംരംഭം തുടങ്ങുമ്പോൾ എപ്പോഴും നമ്മൾ ആ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഫണ്ട് നമ്മളെ കയ്യിലുണ്ടാവും. ഏത് ബിസിനസ് ആയാലും അത് തുടങ്ങി പഠിച്ചെടുക്കാൻ എന്തായാലും അതിൻ്റേതായ ടൈമുണ്ട്. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ബിസിനസ്സുകാരൻ അവൻ ഡെവലപ്പ് ചെയ്ത ഒരു ബിസിനസ്സുകാരനാവുന്നത്. ഏത് ബിസിനസ്സുകാരൻ്റെയും ഒരുവിധം ഞാൻ മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ അവരൊരു സ്റ്റേജ് കഴിഞ്ഞാൽ മുക്കാൽ ഭാഗം പോകുന്നത് സോഷ്യൽ സർവീസ്. മലയാളി മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന സംരംഭകൻ എന്ന് പറയുന്നത് കോഴിക്കോട് ആ ഒരു സിറ്റി തന്നെ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്ന ആലിയ ഗ്രൂപ്പിൻ്റെ മാനേജിംഗ് പാർട്ണർ ആയിട്ടുള്ള നിസാറിക്കാണ്. ഒരുപാട് സന്തോഷം. ആലിയ ഗ്രൂപ്പ് എന്ന് പറയുമ്പം ശരിക്കും ഞാൻ സ്റ്റാർട്ടിങ്ങിൽ പറയും ഇന്ന ബിസിനസ് ഒരുപാട് ബിസിനസ്സുകൾ അതിനകത്തുണ്ട്. എങ്ങനെയാണ് ശരിക്കും ആലിയ ഗ്രൂപ്പിൻ്റെ ഒരു സ്റ്റാർട്ടിങ് പറയുകയാണെങ്കിൽ? ഈ സംരംഭം തുടങ്ങിയത് ആക്ച്വലി എൻ്റെ ഫാദർ 92-ൽ ഒരു ഹോട്ടൽ ബിസിനസ്സാണ് ആദ്യമായിട്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലാണ് തുടങ്ങുന്നത്. പാപ്പ പ്രോപ്പർ മെഡിക്കൽ വടകരക്കാരനാണ്. അപ്പോൾ അന്നൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ 9ാം ക്ലാസ്സിലോ 8ാം ക്ലാസ്സിലെങ്ങനെ പഠിക്കുന്ന സമയത്താണ് പാപ്പ ഇങ്ങനെ കോഴിക്കോട് പോയി വരുന്നതായിട്ട് കാണും. ഗൾഫിലാണ് പ്രോപ്പർ ബിസിനസ്. അപ്പോൾ നാട്ടിൽ എന്തെങ്കിലും ഒരു ബിസിനസ് തുടങ്ങണം. എപ്പോഴും ഗൾഫിലൊന്നും പോകാൻ പറ്റില്ലല്ലോ. അപ്പം വയസ്സായ കുട്ടികൾക്കൊക്കെ വരുമാനത്തിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു ഷോപ്പ് ഇവിടെ കോഴിക്കോട് തുടങ്ങണം എന്നുള്ള ഇതിൽ കോഴിക്കോടുള്ള ഒരു സുഹൃത്ത് മുഖേന മെഡിക്കൽ കോളേജിലെത്തി. മെഡിക്കൽ കോളേജിൽ ആദ്യമായിട്ടൊരു ഹോട്ടലാണ് തുടങ്ങിയത്. അപ്പോൾ അതിന് ശേഷം പാപ്പ അവിടുന്ന് ഗൾഫിലുള്ള 3 പാർട്ട്ണർമാരും ഈ ഹോട്ടൽ തുടങ്ങിയ ആൾക്കാരും കൂടി ഇങ്ങനെ മേലെ ഒരു മെഡിക്കൽ ഷോപ്പ് മാറുന്നുണ്ട്, കൊടുക്കുന്നുണ്ട്. ഇത് കോർപ്പറേഷൻ്റെ കെട്ടിടമായതുകൊണ്ട് തന്നെ അത് ലീസ് കൈമാറ്റാണ്. അന്ന് ലീസ് കൈമാറ്റാൻ പറ്റുമായിരുന്നു. അപ്പം അങ്ങനെ ആ ഷോപ്പ് കൊടുക്കാണ്ടെന്ന് പറഞ്ഞപ്പോൾ അത് ഒരു സ്റ്റേഷനറി കടയായിട്ട്, പാപ്പ ഈ മെഡിക്കൽ ഫീൽഡിലുള്ള ആളൊന്നുമല്ല. ഒരു ഹോട്ടലും ഒരു കോൾഡ് സ്റ്റോറും ഗൾഫിൽ ബഹ്റൈനിൽ നടത്തുന്ന ആളാണ്. അപ്പോൾ ഒരു സ്റ്റേഷനറി കട തുടങ്ങാം, കുറച്ചുകൂടെ മെച്ചപ്പെടുത്താൻ ഒരു സ്റ്റേഷനറി കട തുടങ്ങാൻ വേണ്ടി എടുത്ത ഷോപ്പ് റൂമാണ്. അപ്പോൾ അവിടെയുള്ള ഷോപ്പിലുള്ള തൊഴിലാളികൾക്ക് ആ തൊഴിൽ നഷ്ടപ്പെടുന്നുണ്ടപ്പോൾ അവർ സപ്പോർട്ട് ചെയ്തു. ഇത് നിങ്ങൾ ദയവേദിട്ട് സ്റ്റേഷനറി ആക്കരുത്, മെഡിക്കൽ ഷോപ്പാണ് മെഡിക്കൽ കോളേജിൻ്റെ മുമ്പിൽ ഏറ്റവും ബെറ്റർ, അപ്പോൾ അത് മെഡിക്കൽ ഷോപ്പ് തന്നെ ആക്കണം. അങ്ങനെ അവരാവശ്യത്തിൻ്റെ മുകളിൽ അത് മെഡിക്കൽ ഷോപ്പാക്കി. അങ്ങനെ തുടങ്ങി കുറച്ച് കാലം വരെ അത് വലിയ രീതിയിൽ ഈ മാനേജ് ചെയ്യുന്ന ആൾക്കാരൊന്നും അത്ര ഇതിനെപ്പറ്റി ഫെമിലിയർ അല്ലാത്തതുകൊണ്ട് കുറച്ച് കാലം 2-3 കൊല്ലം ലോസിലാണ് പോയത്. പിന്നീട് ഞാൻ ഒക്കെ വന്ന് ഒരു 5 വർഷം കഴിയുമ്പോൾ ഞാനത് 95-ൽ ഇവിടെ ക്രിസ്ത്യൻ കോളേജിൽ പഠിക്കുകയായിരുന്നു. അപ്പോൾ ഒരു 2000-ലാകുമ്പോഴത്തേക്ക് നമ്മൾ ഫുൾ ടൈം ഡിഗ്രിയൊക്കെ കഴിഞ്ഞ്, ഞാൻ മംഗലാപുരത്ത് ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് ഇതിൻ്റെ കൂടെ ജോയിൻ ചെയ്തു. അപ്പോൾ അതിന് കുറച്ച് ഡെവലപ്മെൻറ്റ് മാറ്റി അത് നമ്മളെ കൺട്രോളിൽ വന്നപ്പം കുറേ മാറി. ഒരു 4 പാർട്ട്നേഴ്സാണ് ഇവർ, പാപ്പ കൂടാതെ 4 പാർട്ട്നേഴ്സ് ഉണ്ട്. അപ്പം അതിന് ഇപ്പം നിങ്ങൾ പറഞ്ഞ 30 വർഷമോളായി ആ പാർട്ട്ണർഷിപ്പ് അങ്ങനെ അതേ നിലയിൽ ആ സന്തോഷത്തിലും സൗഹാർദ്ദത്തിലും ഇപ്പോൾ പോകുന്നുണ്ട്. ആ ഫേം അങ്ങനെ തന്നെ പോകുന്നുണ്ട്. അതിനുശേഷം അവർക്കും മക്കളുണ്ട്, ഞങ്ങൾക്കും മക്കളുണ്ട്. അപ്പം ഞങ്ങളുടേതായ ആലിയനെ ഡെവലപ്പ് ചെയ്ത് കുറച്ച് ബ്രാഞ്ചസ് തുടങ്ങി. ഇപ്പം 8 ബ്രാഞ്ചുണ്ട്. അത് 2 ബ്രാഞ്ച് വയനാട്ടിലാണ്, ബാക്കി മെഡിക്കൽ ഷോപ്പ്. പിന്നെ ഞാൻ ആ ഫീൽഡൊന്ന് മാറ്റി ലാബ് തുടങ്ങി മെഡിക്കൽ കോളേജിൽ തന്നെ. 2007-ൽ ആദ്യത്തെ ലാബ് തുടങ്ങി സ്കാനിങ്ങോട് കൂടി. പിന്നെ CT സ്കാൻ തുടങ്ങി. CT സ്കാൻ വലിയ പ്രോഫിറ്റ് അല്ലാന്നുണ്ട്, അത് വൈൻഡപ്പ് ചെയ്തു. പക്ഷേ അൾട്രാസൗണ്ട് സ്കാനിങ് മെഡിക്കൽ ലാബും ഇപ്പോഴും കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്. അതിനും ബ്രാഞ്ചസ് തുടങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ വേറൊരു ലാബ് ആയിട്ട് ടൈപ്പ് ചെയ്ത് ബ്രാഞ്ച് കൂട്ടി. അവർ നമ്മളെ ഈ ബ്രാഞ്ചുകൾ തമ്മിൽ മെർജ് ചെയ്തു, ബ്രാഞ്ചുകൾ കൂട്ടി. അപ്പം അങ്ങനെ ആ ഒരു പല മേഖലകളെ നമ്മൾ കൈകാര്യം ചെയ്യും. അതിനുശേഷം നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ഷൻ മെഡിക്കൽ കോളേജിൽ തന്നെ ഒരു 35 സെൻറ്റ് സ്ഥലത്ത് സ്വന്തമായി സ്ഥലം എടുത്ത് അവിടെ കുറേ വാടകക്കാരൊക്കെ ഉണ്ടായിരുന്നു. പഴയ ബിൽഡിംഗ് ആയിരുന്നു, അത് പൊളിച്ച് മാറ്റി അവിടെ ഒരു പുതിയ കെട്ടിടം പണിതു. ഒരു 60,000 സ്ക്വയർ ഫീറ്റ് കെട്ടിടം പണിതു. അത് ലീസ് ഔട്ട് ചെയ്തു. അതിൽ ലോഡ്ജിങ്ങും പിന്നെ ഷോപ്പ് റൂം 100ഓളം ഷോപ്പ് റൂമും പിന്നെ 35 ലോഡ്ജ് റൂം ലീസ് ഔട്ട് ചെയ്തു. അതെ. അതിന് ശേഷം ഇപ്പം കൺസ്ട്രക്ഷൻ ഫീൽഡ് ഇപ്പം ഇക്കറേൻ്റെ ഹോസ്പിറ്റലിനോട് തോണ്ടിട്ട് ഒരു 50 സെൻറ്റ് സ്ഥലത്ത്
ഒരു 75,000 സ്ക്വയർ ഫീറ്റ് കൺസ്ട്രക്ഷൻ അണ്ടർ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ഇതുപോലെ ലീസിന് കൊടുക്കാനായിട്ട് ഇല്ല, അത് കൊടുത്തിട്ടില്ല, അത് അണ്ടർ കൺസ്ട്രക്ഷനാണ്. അണ്ടർ കൺസ്ട്രക്ഷൻ. അപ്പം അത് വർക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ലോഡ്ജിങ്ങും ഇതുപോലെ തന്നെ ഷോപ്പിംഗാണ്. അതിലൊരു നമ്മളെ മെഡിക്കൽ ഷോപ്പിൻ്റെ ഒരു നല്ല റേഞ്ച്, ഇപ്പോഴത്തെ ന്യൂജൻ മെഡിക്കൽ ഷോപ്പ് ഇപ്പം പുതിയ സ്റ്റൈലിലാണ്. ആ രീതിയിലുള്ളൊരു മെഡിക്കൽ ഷോപ്പ് സെറ്റ് ചെയ്യണം എന്നുള്ളതാണ് ആഗ്രഹം. അപ്പം ചെയിൻ ഓഫ് മെഡിക്കൽ ഷോപ്പ് തുടങ്ങാനുള്ള ഒരു ഫസ്റ്റ് സ്റ്റെപ്പായിട്ട് ഇപ്പോൾ ഓൾറെഡി 8 ബ്രാഞ്ചാണുള്ളത്. മെഡിക്കൽ കോളേജിൽ തന്നെ വേറൊരു ബ്രാഞ്ച് ഉണ്ട്. അതിന് പുറമെ കുന്നമംഗലം, പേരാമ്പ്ര, വില്യാപ്പള്ളി, ഇപ്പം വെള്ളമുണ്ട, മാനന്തവാടി, ഇങ്ങനെയാണ് ബ്രാഞ്ച് ഇപ്പോൾ ഉള്ളത്. ആ ബ്രാഞ്ച് പോരാ, ഇനി കുറച്ചും കൂടെ ഒരു 50 ബ്രാഞ്ചെങ്കിലും ഒരു 5 വർഷത്തിനുള്ളിൽ 50 ബ്രാഞ്ച് ആക്കണം എന്നുള്ളതാണ് ആഗ്രഹം. ഇപ്പോൾ ഈ ഒരുപാട് ബിസിനസ്സുകൾ ചെയ്യുന്നുണ്ട്, ഓരോ കാര്യത്തിലും ഓരോ വിഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു അണ്ടർ കൺസ്ട്രക്ഷനിൽ ഒരു പ്രോപ്പർട്ടി നിൽക്കുന്നുണ്ട്, അതിനകത്തുള്ള മെഡിക്കൽ ഷോപ്പിൽ പോലും നമ്മളൊരു 50 എന്താ പറയുക ഔട്ട്ലെറ്റ്സ് വേണം എന്നുള്ള രീതിയിൽ ഓരോന്നിനും ഓരോ വിഷൻ വെക്കുന്നുണ്ട്. എങ്ങനെയാണ്? കാരണം ഒരു ബിസിനസ് ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും നമുക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാവും. എസ്പെഷ്യലി നമ്മളുടെ ഈ നാച്ചുറൽ കലാമിറ്റീസ് എടുക്കുകയാണെങ്കിൽ തന്നെ പലതരത്തിലുള്ള തിരിച്ചടികളൊക്കെ വരും. അപ്പോഴും നമ്മളൊരു ടാർഗറ്റ് ഉണ്ടല്ലോ, നമ്മൾ ഈ പറയുന്ന പോലെ ബിസിനസ് എന്ന് പറയുമ്പോൾ ഉള്ള ഒരു സ്ട്രക്ചർ എങ്ങനെയാണ് അതിനെയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്? ഇപ്പം ഉദാഹരണത്തിന് കൊറോണ സമയത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും മറ്റ് ഷോപ്പുകൾക്കൊക്കെ ഒരു ഇതുള്ള സമയത്ത് നമുക്ക് ഒരു മെഡിക്കൽ ഷോപ്പ് എന്തായാലും അവശ്യ സർവീസ് ആയതുകൊണ്ട് തന്നെ നമ്മളത് മെയിൻറ്റെയിൻ ചെയ്ത് പോയിട്ടുണ്ട്. എന്നാലും ബിസിനസ്സിൽ ഡിപ്പ് ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ അടുത്ത ഇതിലേക്ക് കവർ ചെയ്യാനുള്ള പ്ലാനിങ് നടത്തും. എങ്ങനെയാണത് കവർ ചെയ്യുക, അന്ന് നഷ്ടപ്പെട്ടു പോയ ബിസിനസ്സിനെ എങ്ങനെ തിരിച്ചു പിടിക്കും, അത് നമ്മൾ പ്ലാൻ ചെയ്യും, അത് ഇംപ്ലിമെൻറ്റ് ചെയ്യും. ആ രീതിയിൽ നമ്മളത് ഒരു സ്ട്രിക്റ്റ് ആയിട്ട് വെച്ചിട്ടുണ്ടെന്നല്ലേ? അതെ അതെ. അല്ല, എനിക്ക് തോന്നുന്നത് ഇപ്പം ഫാദർ ഓൾറെഡി ഒരു 2 വർഷത്തോളം ആ മെഡിക്കൽ ഷോപ്പ് ലോസിലായിരുന്നു എന്ന് പറഞ്ഞല്ലോ. അന്ന് പോലും നമ്മളത് സാധാരണ ഇപ്പോഴത്തെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈവേയിലൊക്കെ ഒരുപാട് ഹോട്ടൽസ് സ്റ്റാർട്ട് ചെയ്യും, റെസ്റ്റോറൻറ്റ്സ് സ്റ്റാർട്ട് ചെയ്യും. ഈ റെസ്റ്റോറൻറ്റ്സ് ഒരു 2 മാസം നോക്കും ലാഭം ഇല്ലെങ്കിൽ അത് പൂട്ടി പോകുക എന്നുള്ള സിസ്റ്റമാണ്. സോ അത് അല്ലാതെ ഇപ്പോൾ ഒരു 2 വർഷം അല്ലെങ്കിൽ മിനിമം 2 വർഷമെങ്കിലും ഒരു മെഡിക്കൽ ഷോപ്പിനെ ഹോൾഡ് ചെയ്ത് അതിലൊരു ലാഭം ഉണ്ടാവും എന്നുള്ളൊരു പ്രതീക്ഷയിൽ ബിസിനസ് ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറയുന്നത് ഒരു വല്ലാത്തൊരു പ്രതീക്ഷയും ഈ പറയുന്ന പോലത്തെ ഒരു വലിയ ഒരു കാര്യമാണ്. സോ അങ്ങനെയുള്ളത് എനിക്ക് തോന്നുന്നു ഫാദറിൽ നിന്ന് തന്നെ പഠിച്ചിട്ടുണ്ടാവും. എങ്ങനെയാണ് ആ ഒരു കൺസിസ്റ്റൻസി നമ്മൾ എടുക്കേണ്ടത്? ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ ലാഭത്തിനെ നമ്മൾ എങ്ങനെയാണ്? നമ്മളിപ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പം അതിൻ്റെ ക്യാപിറ്റലിൽ തന്നെ നമ്മളിത് ഇത്ര കാലം അത് ലോസിലാവ് പോവാന്നുള്ളത് തന്നെ കണ്ടുകൊണ്ട് തന്നെ തുടങ്ങും. ഒരു സംരംഭം തുടങ്ങുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ലാഭത്തിലാവും എന്നുള്ളത് നമ്മളൊരു ആഗ്രഹം മാത്രമാണ്, അത് നടക്കണമെന്നില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ക്യാപിറ്റൽ നമ്മൾ കണ്ടുവെക്കണം നടന്നു പോകാനുള്ള സംഗതി. അത് മിനിമം സ്റ്റാഫിനെയും മിനിമം എക്സ്പെൻസും കൊണ്ട് തന്നെ അത് കൊണ്ടുപോകാനുള്ള സംവിധാനം ആദ്യം ചെയ്യണം. പിന്നെ ബിസിനസ് വർദ്ധിക്കുന്നതനുസരിച്ച് നമ്മൾ സ്റ്റാഫിനെ കൂട്ടുകയും അതുപോലെ എക്സ്പെൻസുകൾ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യണം. മിനിമം വാടകയില്ല. ഈ മെഡിക്കൽ ഷോപ്പിന് ഈ ആൾക്കാർ പറയുമ്പോൾ ഒന്നും ഒരുപാട് ലാഭമുള്ളൊരു ബിസിനസ് എന്നല്ല. ഒരു പർട്ടിക്കുലർ എമൗണ്ട് അത് കച്ചവടം ചെയ്താൽ ആ എമൗണ്ടേ അതിൽ ലാഭം കിട്ടുള്ളൂ. പിന്നെ ചില സമയത്ത് ബിസിനസ് കൂടിക്കഴിഞ്ഞാൽ ഭയങ്കര ലാഭം, അങ്ങനെ ഒന്നും അതിലില്ല. അപ്പോൾ എപ്പോഴും നമ്മൾ ആ ബിസിനസ് മെയിൻറ്റെയിൻ ചെയ്യാനുള്ളൊരു ഫണ്ട് നമ്മളെ കയ്യിലുണ്ടാവും, ഇല്ലെങ്കിൽ ഈ സാധനം കൊണ്ടുപോകാൻ കഴിയില്ല. അല്ല, അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എനിക്ക് തോന്നുന്നു ബിസിനസ് തുടങ്ങുന്ന ആളുകളുടെ ഒരു വലിയൊരു മിഥ്യാധാരണയാണ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞ ഒരു 6 മാസത്തിനുള്ളിൽ നമ്മൾ എന്താണെങ്കിലും റിട്ടേൺ കളക്ട് ചെയ്ത് തുടങ്ങും എന്നുള്ളത്, അല്ലേ? തീർച്ചയായിട്ടും അവർക്കുള്ളൊരു മെസ്സേജും കൂടിയാണ് ഈ പറയുന്നത് പോലെ നമുക്ക് ഇമ്മീഡിയറ്റ് എഫക്റ്റിൽ അതിനൊരു സക്സസ് ഉണ്ടാവും എന്നുള്ളത് നമ്മുടെ ഒരു ആഗ്രഹം. അതും കൂടെ ക്യാപിറ്റലായിട്ട് കണ്ടെത്തണം. അതും കൂടെ കണ്ടെത്തണം. യെസ്. ഏത് ബിസിനസ് ആയാലും ഇപ്പം എനിക്ക് ഹോട്ടൽസ് ഉണ്ട്. ഇപ്പം വാപ്പയും 10 കുറച്ച് പേരും കൂടി തുടങ്ങിയ ഒരു ഹോട്ടൽ മെഡിക്കൽ കോളേജ് ഉണ്ട്, 400 സീറ്റ് ഹോട്ടൽ, വേണാട് ഹോട്ടൽ. അതൊക്കെ ആ ഹോട്ടൽ വരെ അന്ന് തുടക്കത്തിൽ നഷ്ടത്തിലായിരുന്നു. അത് പറഞ്ഞാൽ കസ്റ്റമർക്കൊന്നും ഒരു പഞ്ഞുമില്ലാത്ത സ്ഥലത്താണ് ഈ നഷ്ടം വരുന്നത്. അതെ, മെഡിക്കൽ കോളേജിൻ്റെ ഫ്രണ്ടിൽ. അപ്പോൾ അതെല്ലാം നടത്തിപ്പിൻ്റെ ഒരു സിസ്റ്റം കൊണ്ട് തന്നെ കുറേ നഷ്ടങ്ങൾ വരും. അത് നമ്മളൊന്ന് അതിനെ പറ്റി ഒന്ന് പഠിച്ച് വരുമ്പോൾ അടുത്തേക്ക് കുറച്ച് ടൈം എടുക്കും. ഇപ്പം മുമ്പൊന്നും ചെയ്ത ആ ബിസിനസ് ഒന്നും അല്ലാത്ത രീതിയിൽ പുതിയ മേഖലയിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ പോരായ്മകളൊക്കെ ഒരുപാട് നമ്മൾ അതിലൂടെയാണ് പഠിക്കുക. ആ പഠിക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഇതിൽ നിന്ന് പഠിച്ചെടുത്ത് അത് ലാഭത്തിലാവാൻ എന്തായാലും ഒരു സമയം എടുക്കും. അല്ലേ പിന്നെ നമ്മളൊരു സിസ്റ്റത്തിലൂടെ തുടങ്ങുന്നൊരു സംവിധാനം അത് ഏത് ബിസിനസ് ആയാലും അത് തുടങ്ങി പഠിച്ചെടുക്കാൻ എന്തായാലും അതിൻ്റേതായ ടൈം എടുക്കും. തീർച്ചയായിട്ടും. അപ്പോൾ അതിൻ്റെ നഷ്ടം അത് പാർട്ട്നേഴ്സ് തമ്മിൽ എപ്പോഴും പ്രശ്നം ഉണ്ടാവുന്ന ഒരു
സാധ്യതയുള്ളൊരു സ്ഥലമാണ് ഈ പറയുന്ന പാർട്ട്നേഴ്സ്. എല്ലാവരുടെയും ആഗ്രഹം എനിക്ക് പൈസ ഇട്ട് പെട്ടെന്ന് പൈസ കിട്ടണം എന്ന് തന്നെ ആര് ബിസിനസ് ഇടുമ്പോഴും. അതുകൊണ്ട് തന്നെയാണല്ലോ ഇപ്പം പിന്നെ ഇങ്ങനത്തെ ഫ്രോഡുകളെല്ലാം ഇപ്പം കൂടുതൽ നടക്കുന്നതിൻ്റെ ഏറ്റവും വലിയ സാധ്യത. ഓരോട് പറയാം നിങ്ങൾ 1,00,000 ഉറുപ്പിക ഇട്ട് ഞങ്ങൾക്ക് മാസത്തിൽ ഇത്ര പൈസ തരാം. അപ്പോൾ സ്വാഭാവികമായിട്ട് ഒരു ചിന്തിക്കുകയാണ് എന്നാൽ പിന്നെ റിസ്ക് ഒന്നും ഇല്ലല്ലോ, ആ പൈസ ഇങ്ങോട്ട് വാങ്ങിക്കാം സുഖമായിട്ട്. തീർച്ചയായും അതെ. അപ്പോൾ അങ്ങനെ ആൾക്കാരോട് കളക്ട് ചെയ്ത് ഒരു പൈസയും കൊണ്ട് മുങ്ങും. നേരെ മറിച്ച് ബിസിനസ്സിൽ ഇടുമ്പം റിസ്ക് ഉണ്ട്, നമ്മുടെ ഭാഗ്യവും കൂടി അതിൽ വേണം. ഭാഗ്യം ഉണ്ടെങ്കിൽ അത് ബിസിനസ് നന്നായി ഗ്രോത്ത് ചെയ്യും, അത് ഒരു റൂട്ടിൽ അങ്ങോട്ട് പോകും. റൂട്ടിൽ പോയാൽ ആ ബിസിനസ് ക്ലിയർ ആവും, അപ്പോൾ സ്വാഭാവികമായിട്ടും റിട്ടേൺസ് കിട്ടും. അപ്പം ഈ ഏറ്റവും കൂടുതൽ നാട്ടിൽ പൈസക്ക് ഈ ജനങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ഇത്തരം ആൾക്കാരെ കളിയാണ്. അപ്പം പെട്ടെന്ന് പൈസ കറക്റ്റ് കിട്ടും അതെ. എന്ന് പറയുമ്പോൾ ആൾക്കാർ അതിൽ വീഴാണ്. മറ്റ് ബിസിനസ്സിലെല്ലാം ഇട്ടിട്ട് ഒരുപാട് നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ടാവും. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ അതിലേക്ക് പൈസ ഇടും. ഈ പറഞ്ഞതുപോലെ ഇപ്പം നമ്മളൊരു വൺ നൈറ്റ് സെലിബ്രിറ്റി എന്നൊക്കെ പറയുന്ന പോലെ തന്നെയാണ് നമ്മുടെ ഈ ബിസിനസ്സിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് മേഖലകളുണ്ട്. നമുക്കിപ്പോൾ ഏതൊരു ബിസിനസ്സിനും ഒരു 2 വർഷം 3 വർഷമൊക്കെ നമ്മളൊരു എക്സ്പീരിയൻസ് ഉണ്ടാവണം അതിനൊരു സക്സസ്സിലോട്ട് അല്ലെങ്കിൽ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു സക്സസ്സിലോട്ട് കൊണ്ടുവരാമെന്ന് പറയും. പക്ഷേ ഇപ്പോഴത്തെ ബിസിനസ്സുകളെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ഈ പറഞ്ഞ പോലെ ബ്രാൻഡിംഗ് ഒക്കെ കാണുമ്പോൾ നമ്മൾ വിചാരിക്കുന്നത് അതൊരു ഹെവി ഇൻവെസ്റ്റ്മെൻറ്റും അതുപോലെ ഹെവി പ്രോഫിറ്റും കിട്ടുന്ന ബിസിനസ്സാണെന്നുള്ളതാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു ബിസിനസ്സിന് ശരിക്കും പണ്ടത്തെ ആ ഒരു ഇക്വേഷൻ തന്നെയാണോ ഇപ്പോഴത്തെ ഈ ഒരു ജനറേഷൻ ഈ ഒരു ടെക്നോളജി ഇത്രയും മുന്നിൽ നിൽക്കുന്ന ഒരു സമയത്ത്? സ്വാഭാവികമായിട്ടും ഒരു ബിസിനസ് തുടങ്ങുമ്പോൾ അതിൻ്റെ കോസ്റ്റിങ്ങിനെ പറ്റി നല്ല ധാരണ ഉണ്ടാവും. എത്രയാവും അത് ഒന്ന് ട്രാക്കിലാവാൻ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇല്ലാതെ ബിസിനസ് തുടങ്ങിയാൽ അത് ഫ്ലോപ്പായിരിക്കും. അടുത്ത 2 മാസം കൊണ്ട് തന്നെ നമുക്കത് പ്രോഫിറ്റ് കിട്ടുമെന്ന് വിചാരിക്കുന്ന ഏത് ബിസിനസ്സും. അതുകൊണ്ട് ഞങ്ങളിപ്പം പറയുന്ന ഹൈവേയിലുള്ള ബിസിനസ്സുകളൊക്കെ ക്ലോസ് ചെയ്യാനുള്ള കാരണം അതാണ്. അതെ. അവരതിൻ്റെ ഈ നിലനിൽപ്പ് അപ്പം ഇപ്പം ഫുഡ് ബിസിനസ് ഇപ്പം കോഴിക്കോട് തന്നെ ഒരുപാട് ബിസിനസ്സുകൾ തുടങ്ങുന്നു, അത് അടയ്ക്കുന്നു. അതിൻ്റെ കാരണം അതിൽ ഫെമിലിയറായ ആൾക്കാരല്ലാത്ത ആൾക്കാർ വന്ന് തുടങ്ങുമ്പോൾ അവർ കുറച്ച് ആൾക്കാരെ ഷെഫിനെയും മറ്റേലും തട്ടിക്കൂട്ടി ഉണ്ടാക്കി ഒരു ഷെഫ് അങ്ങോട്ട് പോകും. അപ്പം സുപ്രഭാതത്തിൽ അതിൻ്റെ ടേസ്റ്റ് മാറും, ഫുഡിൻ്റെ ടേസ്റ്റ് കുറയും. ഫുഡ് ബിസിനസ്സൊക്കെ അന്നപ്പോൾ റിസൾട്ട് കിട്ടുന്ന അയാൾ അവിടെ ഭക്ഷണം നമ്മളിപ്പോൾ മരുന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത് പുറേ പോയി കഴിച്ചാൽ അതിൻ്റെ റിസൾട്ട് അറിയും. ഫുഡ് അപ്പം തന്നെ റിസൾട്ട് പറയും, ഇത് ടേസ്റ്റ് ഇല്ല കേട്ടോ, അത് അപ്പം തന്നെ പറഞ്ഞ് അത് ദേഷ്യത്തോടു കൂടി പേയ്മെൻറ്റ് ചെയ്ത് കഴിച്ചു പോയല്ലോ എന്നുള്ളതിൻ്റെ പേയ്മെൻറ്റ് ചെയ്തിട്ട് അവർ പോകും. അപ്പോൾ എപ്പോഴും ഫുഡ് ക്വാളിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ഒരു സംവിധാനം നമ്മുടെ കയ്യിലില്ലാത്ത, അത് മാനേജ് ചെയ്യാനുള്ളൊരു സംവിധാനം നമ്മുടെ കയ്യിലില്ലെങ്കിൽ അങ്ങനത്തെ ബിസിനസ് തുടങ്ങാതിരിക്കണം നല്ലത്. അതെ. ഹ്യൂജ് നഷ്ടമാണ് ഒരു ഹോട്ടലൊക്കെ കാണുന്ന പോലെയല്ല അകത്ത് ബിസിനസ്. അതെ, ബിസിനസ് ഇപ്പോൾ പൊതുവേ ബിസിനസ്സിന് ഭയങ്കര എക്സ്പെൻസീവാണ്. ഒരു സാധാ തൊഴിലാളിക്ക് ഒരു 750 രൂപ പിന്നെ പേയ്മെൻ്റ് ഇല്ലാത്തൊരു തൊഴിലാളി ഇപ്പോൾ ഇല്ലല്ലോ. ഒരു നല്ല ഷെഫിനെ കിട്ടിക്കേണ്ട 2000 ഉറുപ്പ്യ വേണം. 2500-2000 ഉറുപ്പ്യ ശമ്പളം ഉണ്ട് ഇപ്പോൾ ഷെഫിന്. അപ്പോൾ അങ്ങനത്തെ ഒരു സാധനം ഒരു മാസമാകുമ്പോഴത്തേക്ക് 75,000 ഉറുപ്പ്യ അവന് കൊടുക്കണം. നിങ്ങൾ ബിസിനസ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളതില്ല. തൊഴിലാളിക്ക് തൊഴിലെടുത്ത് കഴിഞ്ഞാൽ പൈസ കൊടുക്കണ്ടേ. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെയാണ്. അപ്പം ഭയങ്കരമായ മാസത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ ഭയങ്കര ബിസിനസ് പൈസ വരും. അപ്പോൾ അത് എന്തായി, അത് ഇങ്ങനെ ഒരു മാസം കൂട്ടിയിടും, 2 മാസം കൂട്ടിയിടും, 3-ാമത്തെ മാസം കൂട്ടിയിടും, അവന് ബേജാറായി ഡ്രോപ്പ് ചെയ്യും. അപ്പം പിന്നെ ആ സാധനങ്ങൾ ഫർണിച്ചറൊക്കെ കിട്ടുന്ന പൈസക്ക് വിറ്റ് ഒഴിവാക്കുന്നൊരു സിസ്റ്റമാണ്. അപ്പോൾ എപ്പോഴും ഒരു ഫെമിലിയറായ ആൾക്കാരെ കൂടെ, അത് ഫീൽഡിൽ ഫെമിലിയർ ആൾക്കാർ കൂടെ ടൈപ്പ് ആവുക, അവരോടായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുക. അല്ലാണ്ട് പെട്ടെന്ന് ഇത് തട്ടിക്കൂട്ടി പാർട്ട്ണർമാർ മുമ്പൊക്കെ അത് നടത്തായിരുന്നു. മുമ്പ് നടക്കുന്നതിന് ലേബർ കോസ്റ്റൊക്കെ അത്രയും കുറവാണ്. അന്ന് പുറത്തുള്ള തമിഴ്നാട്ടിൽ നിന്നും പിന്നെ പുറത്തുനിന്നും ആൾക്കാരൊക്കെ കുറഞ്ഞ പൈസക്ക് കൂടെ തൊഴിലാളികൾ കിട്ടിയിരുന്നു. ഇപ്പം അങ്ങനെയല്ല, തൊഴിലാളികൾക്ക് ഭയങ്കര കൂലിയാണ്. പക്ഷേ അവരെ പറഞ്ഞിട്ട് ആ സ്റ്റാൻഡേർഡ് അങ്ങനെയാണ്, ആ രീതിയിലാണ് ജനങ്ങൾ ജീവിക്കുന്നത്. അപ്പം സ്വാഭാവികമായിട്ടും ആ പൈസ കിട്ടാതെ അവർക്ക് വർക്ക് ചെയ്യാൻ കഴിയില്ല. അപ്പം വെളിങ്ങനൊന്നും ഒരാൾ കയ്യിൽ കപ്പാസിറ്റിയും ഇല്ല. ഈ ഒരു മെയിൻറ്റെയിനിങ് കോസ്റ്റ് കയ്യിൽ വെച്ചുകൊണ്ടല്ല ഒരാൾ ബിസിനസ് ചെയ്യുന്നത്. നാളെ ഒരു 10 ഉറുപ്പ്യ കിട്ടുമെന്നിട്ടാണ്. ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള കോസ്റ്റ് കയ്യിൽ വെക്കണം. അതെ, ബിസിനസ്സുകാരെന്ന് പറയുമ്പം സ്വാഭാവികമായിട്ട് ഒരുപാട് കാര്യങ്ങളിൽ നമ്മൾ ടെൻഷൻ അടിക്കുന്നുണ്ട്, ഫ്രസ്ട്രേഷൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ പല സിറ്റുവേഷൻസ് ഹാൻഡിലൊക്കെ ചെയ്യുന്നുണ്ട്. ബിസിനസ്സുകാർ ശരിക്കും അവരുടെ ഒരു വാല്യൂ സൊസൈറ്റിക്ക് മനസ്സിലാവുന്നുണ്ടോ യഥാർത്ഥത്തിൽ? പൊതുവേ ബിസിനസ്സുകാരെ ആൾക്കാർ അവരെ പ്ലസൻറ്റബിൾ സിറ്റുവേഷൻസ് മാത്രമേ കാണൂ, അവരെ സ്ട്രഗ്ലിങ്സ് ഒന്നും കാണില്ല. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ഒരു ബിസിനസ്സുകാരൻ അവൻ ഡെവലപ്പ് ചെയ്ത ഒരു ബിസിനസ്സുകാരനാവുന്നത്.
അല്ലാണ്ട് ഇപ്പം നേരെ മറിച്ച് ഒരു ഉദ്യോഗസ്ഥൻ ഒരു പ്രൊഫഷണൽ കോഴ്സ് കഴിഞ്ഞ് ഒരുത്തൻ ഒരു പോസ്റ്റിൽ ഇപ്പോൾ ടീച്ചർക്ക് അതിൽ എക്സ്പീരിയൻസ് ആയി വരുന്നത് ആരും അറിയുന്നില്ല. പക്ഷേ ഇത് റെഡിക്ക് അറിയുമാണ് എത്ര ടൈം എടുക്കുന്നുണ്ട് അവനൊന്ന് ഡെവലപ്പ് ചെയ്ത് വരാൻ. ചില ആൾ വളരെ ഈസി ഗോയിങ് ആയിട്ട് പോകുന്നുണ്ട്, അത് എല്ലാ കേസിലും ഉണ്ടാവുമല്ലോ, അത്രയേ ഉള്ളൂ. അല്ലാണ്ട് ഈ ബിസിനസ് ഒരാൾ ഡെവലപ്പ് ഏത് ബിസിനസ്സുകാരെങ്കിലും എടുത്തു നോക്കിയാലും നന്നായി സ്ട്രഗിൾ ചെയ്തിട്ടുണ്ടാവും. ആരും കാണില്ല, ആരും കാണില്ല. അവരെ ഇപ്പോഴുള്ള സിറ്റുവേഷൻ അവർ വലിയ കാറിൽ പോകുന്നു, വലിയ വീടുകൾ വെക്കുന്നു, വലിയ സംവിധാനത്തിൽ പോകുന്നു. ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് അവരവിടെ എത്തുന്നത്. സ്ട്രഗിൾ ചെയ്യാതെ എത്തിയവരെല്ലാം വളരെ പെട്ടെന്ന് തന്നെ പോയിട്ടുണ്ടാവും. ഇപ്പം നമ്മളിപ്പം എത്രയോ വർഷമായിട്ട് ഇത്ര ബ്രാഞ്ചൊക്കെ ആയിട്ടുള്ളൂ. പക്ഷേ ആ സാധനത്തിൽ നമ്മൾ ഭയങ്കരമായിട്ട് ഇൻവെസ്റ്റേഴ്സിനോട് ഇൻവെസ്റ്റ്മെൻറ്റ് വാങ്ങിയിട്ട് അങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിൽ ചിലപ്പം വഴിതെറ്റ്. ഇപ്പം നമ്മുടെ ബേസ് റെഡി ആയാൽ പിന്നെ നമ്മൾ വീണാൽ ഇരുന്ന് പോകില്ല. അതെ, ആ ഒരു വീഴ്ചയ്ക്ക് ഈ പറഞ്ഞ പോലെ ഒരു സോഫ്റ്റ്നെസ്, ഫൗണ്ടേഷൻ ഉള്ളതുകൊണ്ട് അങ്ങനെ ഫൗണ്ടേഷൻ അടക്കം ഇളകി പോകില്ല. അതെ, തീർച്ചയായിട്ടും. കാരണം അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാലേ, നമ്മളിപ്പോൾ ഒരു ബിസിനസ്സുകാരൻ എന്ന് പറയുമ്പം ഒരു സെലിബ്രിറ്റി, കഴിഞ്ഞ ദിവസം ഞാനൊരു ബിസിനസ്സുകാരൻ്റെ ഒരു കാർ എടുത്തൊരു വീഡിയോ കണ്ട സമയത്ത് അതിൻ്റെ താഴെ വന്നിരിക്കുന്നത്, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ ചെയ്തുകൂടെ, ഈ പൈസ ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്തുകൂടെ എന്നൊക്കെയാണ്. അതേസമയം ഒരു സെലിബ്രിറ്റി കാർ എടുത്തു കഴിഞ്ഞ് ഇവരെല്ലാവരും വിഷ് ചെയ്യുന്നുണ്ട്, അവരെല്ലാവരും ഒരു പ്രൗഡ് കാണിക്കുന്നുണ്ട്. പക്ഷെ ബിസിനസ്സുകാർക്ക് ആ ഒരു ഈ പറഞ്ഞ പോലത്തെ കൺസേൺസ് ഒന്നും ഇല്ല. എന്തോ നമ്മളിങ്ങനെ പിടിച്ചെടുക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെയാണ്. അത്തരത്തിൽ ഒരു ബിസിനസ്സുകാരൻ ഡെവലപ്പ് ചെയ്ത് എത്തുന്നതിനെടുത്ത ടൈം ഒരുപാടായി. അവൻ ആ കാർ എടുക്കുമ്പോഴാണ് ജനങ്ങൾ അറിയുന്നത്. അപ്പം അത് അവൻ്റെ ഒരു ഡ്രീമായിരിക്കും അങ്ങനെ ഒരു കാർ എടുക്കണം. അപ്പോൾ അവൻ ആ കാർ എടുക്കും സ്വാഭാവികമായിട്ടും. അതിന് ആ പൈസ ഇങ്ങനെ ഉപയോഗിച്ചുകൂടെ, ഈ പൈസ ഇങ്ങനെ പിന്നാലൊന്നും ചോദ്യമില്ല. അവൻ്റെ ജീവിതത്തിൽ എനിക്ക് പൈസക്കായാൽ എനിക്കൊരു കാർ എടുക്കണം എന്നൊരാഗ്രഹം ഉണ്ടാവും. അതവൻ എടുക്കുമ്പോൾ സമയമാകുമ്പോൾ എടുക്കും. അവൻ്റെ സന്തോഷമാണ്. അതെ, ഓരോരുത്തർക്കും ഓരോ സന്തോഷങ്ങൾ. തീർച്ചയായിട്ടും. കാരണം അത് ഇത് പറയാനുള്ള റീസൺ വേറൊന്നുമല്ല, നമ്മളെല്ലാവരും അധ്വാനിക്കുന്നത് നമ്മളുടെ എല്ലാവരുടെയും സന്തോഷത്തിന് വേണ്ടിയാണ്. ആ ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ പല രീതിയിലായിരിക്കും. ചില ആളുകൾക്ക് വീട്, ചില ആളുകൾക്ക് ഈ പറയുന്ന പോലെ കാറ്, ട്രിപ്പ്, അങ്ങനെ പല രീതിയിലുണ്ടാവാം. സോ മറ്റൊരാളെ നമ്മൾ ജഡ്ജ് ചെയ്യാതിരിക്കുക എന്നുള്ളത് തന്നെയാണ്. ഓരോരുത്തർക്കും ഓരോരോ സിറ്റുവേഷൻസ് ആണല്ലോ. ഈ ബിസിനസ്സിൽ ഇപ്പം ഇത്രയും വർഷമായി നമ്മൾ ഈ പറയുന്നത് പോലെ മെഡിക്കൽ ഫീൽഡ് എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എല്ലാവരും പറയുന്നൊരു കാര്യം, മെഡിക്കൽ ഷോപ്പ് ഏത് കാലഘട്ടത്തിലും അല്ലെങ്കിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും നഷ്ടം സംഭവിക്കാത്തൊരു ബിസിനസ്സാണ് എന്നുള്ളതാണ്. ശരിക്കും അങ്ങനെയാണോ? ഒരിക്കലല്ല, മെഡിക്കൽ ഷോപ്പിൽ നഷ്ടം സംഭവിക്കും. ഇതിന് നമ്മളെ മരുന്നുകൾ യഥാവിധി വിറ്റ് പോയിട്ടില്ല, അത് എക്സ്പയറിയാണ്. എക്സ്പയറി തിരിച്ചു കൊടുക്കണം. എക്സ്പയറി സമയാസമയം തിരിച്ചു കൊടുത്തിട്ടില്ലെങ്കിൽ നമ്മൾ ആ പൈസ കമ്പനിക്ക് തിരിച്ചെത്തിയിട്ടില്ല, അതിന് ഇത്ര പീരീഡ് മുമ്പേ അവിടെ തിരിച്ചെത്തണം. ആ മരുന്നുകളൊന്നും യഥാവിധി സമയത്തിന് തിരിച്ചെത്തിയിട്ടില്ലെങ്കിൽ ആ പൈസ നമുക്ക് കിട്ടാണ്ടാവും. അപ്പോൾ ഒരു മരുന്ന് ഷോപ്പിൽ വെക്കുന്ന, ഇപ്പോൾ നമ്മളൊക്കെ മെഡിക്കൽ ഷോപ്പിൽ ഒരു 1.5 കോടി ഉറുപ്പ്യൻ്റെ സ്റ്റോക്ക് ഉണ്ടാവും. ഈ സ്റ്റോക്ക് 1.5 കോടി ഉറുപ്പ്യ വിറ്റ് പോകുന്ന സാധനമൊന്നുമല്ല. ഒരുപാട് ഡെഡ് സ്റ്റോക്കുകൾ ഉണ്ടാവും, പോകാത്തുണ്ടാവും. ചില സമയം മരുന്നുകൾ ബാൻ ചെയ്ത മരുന്നുകളുണ്ടാവും. ചില മരുന്നുകളെ കാലാവധിക്കുള്ളിൽ നമുക്ക് വിൽക്കാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല. അപ്പോൾ ആ മരുന്നൊക്കെ റിട്ടേൺ പോകണം. അപ്പോൾ ഇത് കിട്ടുന്ന ലാഭം അതിലേക്ക് പോകും. അങ്ങനെ ഒരുപാട് നമ്മൾ തന്നെ എക്സ്പീരിയൻസ് ആവാൻ കുറേ ടൈം എടുത്തിട്ടുണ്ട്. അതിനൊരു സിസ്റ്റം ക്രിയേറ്റ് ചെയ്ത് ആ സമയാസമയം മരുന്നുകൾ പോകാൻ, ഇപ്പം കട്ട് സ്ട്രിപ്പുകൾ, ഇപ്പോൾ മരുന്നുകൾ കട്ട് ചെയ്ത് ഇവിടെ നമ്മളെ നാട്ടിൽ മാത്രം, ഇന്ത്യയിൽ മാത്രം മരുന്നുകൾ കട്ട് ചെയ്തിട്ട് വിൽക്കുന്നുണ്ട്. വിദേശ രാജ്യങ്ങളിലെല്ലാം മരുന്ന് ഒരു സ്ട്രിപ്പേ കൊടുക്കും. ഇപ്പോൾ ഒരു കട്ട് ചെയ്ത സ്ട്രിപ്പ്, അതിൻ്റെ മുകളിൽ ഇപ്പോൾ ഒരു 3 മരുന്ന് വിറ്റിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള മരുന്ന് തിരിച്ചെടുത്താൽ കമ്പനി എടുക്കില്ല. ആ മരുന്ന് വിറ്റതിൻ്റെ ലാഭവും അതിൻ്റെ മുതലും അടക്കം പോകും നമ്മളെ കട്ട് ചെയ്ത മരുന്ന് തിരിച്ച് സമയത്തിന് കൊടുത്തില്ല. അല്ല, ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഈ വരുന്നത് ഫാർമസിസ്റ്റ് ആണെങ്കിൽ പോലും അവർക്ക് നമ്മൾ എക്സ്ട്രാ ട്രെയിനിങ് കൊടുക്കണം. കാരണം ഓരോ മെഡിസിനും ഓരോ പേരുകളൊക്കെ ആണല്ലോ. അത് നമ്മളിപ്പോൾ ഇപ്പോഴത്തെ ഇതിൻ്റെ സുഖം എന്ന് വെച്ചാൽ, മുമ്പൊക്കെ കംപ്ലീറ്റ് മുമ്പത്തെ മരുന്ന് ഷോപ്പിലെ സെയിൽസ്മാൻമാർക്ക് മരുന്നിനെ പറ്റി നല്ല ധാരണ ഒരു ബ്രെയിനിൽ തന്നെ ഫീഡിങ്ങാണ്. ഇപ്പം കമ്പ്യൂട്ടറിൽ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക്, അല്ലെങ്കിൽ ഗൂഗിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് പകരം സബ്സ്റ്റിറ്റ്യൂട്ട് മരുന്ന് എന്താണെന്നുള്ളത് കണ്ടുപിടിച്ച് ആ മരുന്ന് കൊടുക്കാനൊക്കെ കഴിയും. ബ്രാൻഡ് നെയിം എഴുതി കഴിഞ്ഞാൽ, ബ്രാൻഡ് നെയിം അല്ലാതെ അതിൻ്റെ കെമിക്കൽ കണ്ടൻറ്റ് എഴുതി കഴിഞ്ഞാൽ നമുക്ക് പകരം നമുക്കിഷ്ടമുള്ള ഒരു ബ്രാൻഡ്, ഈ ബ്രാൻഡ് ഉണ്ട്, നിങ്ങൾ എഴുതിയ ബ്രാൻഡ് ഇല്ല എന്ന് ചില കസ്റ്റമറോട് പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും, കൊടുക്കാൻ പറ്റും. അപ്പോൾ അത് കൊടുക്കാനൊക്കെ പറ്റുന്നുണ്ട്. മുമ്പ് അങ്ങനെയില്ല, ആ എഴുതിയ മരുന്നിൻ്റെ ബ്രാൻഡ് എന്നായിരുന്നു കൊടുക്കാൻ പറ്റും. ഇപ്പം ഗവൺമെൻറ് ഒന്നും കൂടി ലിബറലായി ബ്രാൻഡ് നെയിം എഴുതാതെ കെമിക്കൽ കണ്ടൻറ്റ് എഴുതുന്നൊരു സിസ്റ്റത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അങ്ങനെ കൊടുക്കുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ചോദിച്ച ചോദ്യം, സെയിൽസ്മാന് ട്രെയിനിങ് എങ്ങനെ കിട്ടുന്നുണ്ടെന്നല്ല. സെയിൽസ്മാന് വലിയൊരു അവയർനെസ് ഇതിനെപ്പറ്റി, ഫാർമസിസ്റ്റിൻ്റെ ഒരു നിയന്ത്രണം ഉണ്ടായാൽ മതി.
ഫാർമസിസ്റ്റ് എല്ലാ ഷോപ്പിലും എല്ലാവരും ഫാർമസിസ്റ്റ് അല്ലേ. ഒരു ഫാർമസിസ്റ്റ് 8 മണിക്കൂറാണ്. ആ 8 മണിക്കൂർ അയാളുടെ കൂടെ അസിസ്റ്റ് ചെയ്യാൻ വേണ്ടി മാത്രമാണ് സെയിൽസ് അസിസ്റ്റൻറ്റ്. അയാളുടെ വിവരം അവരുടെ പെർമിഷനോട് കൂടി കൊടുക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പം പ്രിസിഷൻ വന്നു കഴിഞ്ഞാൽ ഇന്ന പ്രിസിഷനാണ് ആ സാധനത്തിൽ എഴുതിയതെന്നുള്ള ഇയാൾ മനസ്സിലാക്കിയെന്ന് നോക്കലാണ് അയാളുടെ ജോലി. അന്നത്തെ കാലഘട്ടത്തിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ചിലവാകുന്ന മരുന്ന് ഏതാ? ഇപ്പോഴും നമ്മുടെ നാട്ടിൽ ഏറ്റവും പോകുന്ന ആൻറ്റിബയോട്ടിക് തന്നെയല്ലേ. പിന്നെ എപ്പോഴും ആൻറ്റിബയോട്ടിക് മുമ്പൊക്കെ ഇങ്ങനെ ആൾക്കാർക്ക് വാങ്ങിച്ചു വയ്ക്കാൻ, ഇപ്പോൾ അത് ഗവൺമെൻറ് സ്ട്രിക്റ്റ് ആക്കി. മെഡിക്കൽ പ്രാക്ടീഷണർ പ്രിസ്ക്രിപ്ഷൻ ഇല്ലാതെ മരുന്നുകൾ കഴിക്കരുത് എന്നുള്ള ഒരു ഡയറക്ഷൻ വന്നതോടുകൂടി തന്നെ ഇപ്പോൾ അത് പിന്നെ ഇപ്പോഴത്തെ ജനറേഷൻ, ഇപ്പോഴത്തെ അന്നത്തെ ബിസിനസ് ഇപ്പോഴത്തെ ബിസിനസ്സായിട്ട് മാറിയതെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ ആൾക്കാർ മരുന്ന് കഴിക്കുന്നതിനോ കൂടാതെ ആൾക്കാർ പ്രിവെൻഷൻ ഇഷ്ടപ്പെടുന്നുണ്ട്. വൈറ്റമിൻ മരുന്നുകളൊക്കെ കഴിച്ച് ഡോക്ടറെ കണ്ടിട്ട് വൈറ്റമിൻ മരുന്ന് വാങ്ങിക്കുന്നവരുണ്ട്. ഇപ്പം മെഡിക്കൽ റീൽസിലൊക്കെ കാണും, ഇത് കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഇന്ന മരുന്ന് ഇന്ന രോഗം വരാതിരിക്കാണ്ട്, നിങ്ങൾക്ക് വെളുക്കാനുണ്ടെങ്കിൽ ഗ്ലൂട്ടാത്താണ് കഴിച്ചാൽ മതി. അങ്ങനെ റീൽസ് കണ്ടിട്ട് മരുന്ന് വാങ്ങുന്ന സിസ്റ്റത്തിലേക്ക് ആൾ പോയിട്ടുണ്ട്. ഇപ്പം മുമ്പത്തെ മരുന്ന്, ഇപ്പം നിങ്ങൾ മെഡിക്കൽ ഷോപ്പിൻ്റെ കൗണ്ടർ കാണാം, ഒരു കൗണ്ടർ ഉണ്ടാവും മരുന്ന് ഇങ്ങനെ പുറത്ത് നിന്ന് അതിനെ വളരെ റെസ്പെക്റ്റോടു കൂടി വാങ്ങുന്നത്. ഇപ്പം അത് മാറി ഇനിയിപ്പോൾ സൂപ്പർ മാർക്കറ്റ് സ്റ്റൈലിലേക്കാണ്. ന്യൂജൻ മെഡിക്കൽ ഷോപ്പുകളെല്ലാം ഇനി മാറും. ഗൾഫിലെ മാതിരി പോയിട്ട് നമുക്ക് തന്നെ എടുക്കാമെന്നല്ല, എടുക്കാനത് ഇന്ത്യയിലെ നിയമം അനുവദിക്കുന്നില്ല. മരുന്ന് സ്വന്തമായിട്ട് എടുത്ത് കഴിക്കാം. അത് തന്നെയാണല്ലോ ഓൺലൈൻ ബിസിനസ്സിനെ അങ്ങനെ പ്രൊമോട്ട് ചെയ്യാൻ പറ്റാത്തൊരു ഫീൽഡാണല്ലോ മെഡിക്കൽ ഷോപ്പ്. ഓൺലൈനിൽ മരുന്ന് വാങ്ങിക്കുന്ന സിസ്റ്റത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല മരുന്നിനെ. അപ്പോൾ ആൾക്കാർ ഡ്രഗ്സൊക്കെ മിസ്യൂസ് ചെയ്യില്ല. അതെ, നമുക്കവിടെ ഈ പറഞ്ഞ പോലെ ജെനുവിനിറ്റി മനസ്സിലാവില്ല. അപ്പം പ്രിസ്ക്രൈബ് ചെയ്യാത്ത മരുന്നുകൾ ഒരിക്കലും വാങ്ങാനുള്ള അനുവാദം ഇപ്പം ഇല്ല. നേരെ മറിച്ച് കോസ്മെറ്റിക് ആൾക്കാർ കോൺഷ്യസ് ആണ്. ഇപ്പോൾ ബ്യൂട്ടി കോൺഷ്യസ് ആണ് ആൾക്കാർ. അപ്പോൾ സ്വാഭാവികമായിട്ട് ഇപ്പം വെളുക്കാനുള്ള മരുന്നുണ്ട് തന്നെ ആൾക്കാരത് അന്വേഷിച്ചെത്താണ്. ഗ്ലൂട്ടാത്താണ് കഴിച്ചാൽ വെളുക്കും. അപ്പോൾ ആൾക്കാരത് വാങ്ങിച്ച് കഴിക്കുകയാണ്. അപ്പോൾ ഇനിയൊരു ജനറേഷൻ വരാൻ പോകുന്നത് അങ്ങനത്തെ കോസ്മെറ്റിക് മെഡിസിന് നന്നായിട്ട് ചാൻസ് ഉണ്ട്. ആൾക്കാർ വളരെ കോൺഷ്യസ് ആണ്. ബ്യൂട്ടി വളരെ കോൺഷ്യസ് ആണ്. എല്ലാവരും, പെണ്ണുങ്ങളും ആണുങ്ങളും ഒക്കെ ഇപ്പം ബ്യൂട്ടി കോൺഷ്യസ് ആണ്. അപ്പോൾ അതിന് ഈ പറഞ്ഞ പോലെ മെഡിക്കൽ സാധനങ്ങൾ മെഡിക്കലിനോട് ചേർന്നിട്ട് കോസ്മെറ്റിക് മെഡിസിൻ കൂടെ വെക്കുന്ന ഒരു സിസ്റ്റത്തിലേക്ക് ഇനി അടുത്ത ജനറേഷൻ മെഡിക്കൽ ഷോപ്പുകൾ അങ്ങനെയായിരിക്കും. ക്ലോസ്ഡ് ആയിരിക്കും, AC ആയിരിക്കും. എന്താ വെച്ചാൽ ഇപ്പം തന്നെ നമ്മളെ താപനില കൂടിക്കൊണ്ട് മരുന്നിൻ്റെ ക്വാളിറ്റി കുറയും. അപ്പം ഇനി AC ഇല്ലാത്ത മെഡിക്കൽ ഷോപ്പുകൾ പറ്റാത്ത അവസ്ഥ വരും. അപ്പം ക്ലോസ്ഡ് ആയിരിക്കും ഇനി മെഡിക്കൽ ഷോപ്പ്. മുമ്പെല്ലാം ഒരു കൗണ്ടർ ഇട്ട് കഴിഞ്ഞിട്ട് പുറത്തുനിന്ന് ആളിങ്ങനെ ക്യൂ നിന്ന് റേഷൻ പൊടിയിൽ നിന്ന് വാങ്ങുന്ന പോലെ സിസ്റ്റം മാറി ഗ്ലാസ് ഇട്ട ഡോറിൻ്റെ ഉള്ളിൽ കൺസീൽഡ് ആയിട്ടുള്ള മെഡിക്കൽ ഷോപ്പാണ് വരിക. കയറുന്ന ആളുകൾക്കും ആ ഒരു പറഞ്ഞ പോലെ ഒരു മടുപ്പ് ഉണ്ടാവാത്ത രീതിയിൽ അത്തരത്തിലുള്ള രീതിയിലുള്ള മെഡിക്കൽ ഷോപ്പാണ് ഇനി നെക്സ്റ്റ് ജനറേഷൻ ആഗ്രഹിക്കുകയും ചെയ്യും. ഇനി ഇതിൽ ചോദിക്കുകയാണ് ലാബിനെ കുറിച്ചിട്ടാണ്. ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ ലാബ് ഇപ്പം എല്ലാവർക്കും ഈ പറഞ്ഞ പോലെ ടെസ്റ്റുകൾ അത്രയധികം വരുന്നുണ്ട്. അപ്പം എങ്ങനെയാണ് ഈ ലാബ് ബിസിനസ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരു ലാഭമുള്ള അല്ലെങ്കിൽ പുതിയ ആളുകൾക്ക് തുടങ്ങാൻ പറ്റിയ ബിസിനസ്സാണോ, അല്ലെങ്കിൽ എങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം വരുന്നത്? ലാബ് ബിസിനസ് ഇപ്പം പൊതുവെ ജനങ്ങൾ ടെസ്റ്റ് സ്വന്തമായിട്ട് ചെയ്ത് നോക്കുന്നൊരു സിസ്റ്റം ഉണ്ട്. പാക്കേജൊക്കെ കൊടുക്കുന്നതുകൊണ്ട് തന്നെ ആൾക്കാർ വന്നിട്ട് രോഗം വരുന്നുണ്ട്. ഇപ്പം ഞാൻ തന്നെ ഇപ്പോൾ HbA1c ടെസ്റ്റ് ചെയ്ത് നോക്കും. നമുക്ക് ഷുഗർ വരാനുള്ള സാധ്യത വന്നിട്ടുണ്ടോ, ഈ 6 മാസത്തിനുള്ളിൽ നമ്മുടെ ശരീരത്തിൽ ഷുഗറിൻ്റെ ഇത് തുടങ്ങിയിട്ടുണ്ടോ, ഒക്കെ ആൾക്കാർ സ്വന്തം തന്നെ ചെയ്ത് നോക്കുന്നുണ്ട്. അപ്പോൾ കുറച്ചുകൂടി അവെയറാണ് ജനങ്ങൾ. അപ്പോൾ തന്നെ ലാഭകരമാണെന്ന് വെച്ചാൽ ഒരു സിംഗിൾ ലാബ് തുടങ്ങുന്ന ആൾക്കാർക്കുള്ള പ്രശ്നം എന്ന് വെച്ചാൽ അതിൻ്റെ റിയേജൻറ്റ് കോസ്റ്റ് ഭയങ്കരമായിരിക്കും. ചെയിൻ ബിസിനസ്സുള്ള ആൾക്കാർക്കല്ലാണ്ട് ഇതിൻ്റെ എക്സിസ്റ്റൻസ് ഉണ്ടാവില്ല. അപ്പം പുതുതായിട്ട് ഒരാൾ ഫീൽഡിൽ തുടങ്ങുമ്പോൾ അയാൾക്ക് മെഷീനറിയൊക്കെ റെൻ്റലായിട്ട് കൊണ്ടുപോയി വെച്ച് കൊടുക്കും. അവരവരെ റിയേജൻറ്റ് വിൽക്കാൻ വേണ്ടിയിട്ടാണ് ഈ മെഷീൻ കൊണ്ടുപോയി വെക്കുന്നത്. റിയേജൻ്റൊക്കെ വിറ്റ് പോകും. അവസാനം കണക്ക് നോക്കിക്കഴിഞ്ഞാൽ ലാഭം ഉണ്ടാവില്ല. അപ്പം കഴിയുന്നതും തുടങ്ങുന്നുണ്ടെങ്കിൽ ഈ ചെറിയ ലാബുകൾക്ക് പകരം ഒരു ഫ്രാഞ്ചൈസി എടുത്തു തുടങ്ങിയാൽ നമുക്ക് ആ കിട്ടുന്ന കറക്റ്റ് ലാഭം കിട്ടും. ഇല്ലെങ്കിൽ ഇതിങ്ങനെ പോലെ കുറച്ച് കഴിയുമ്പോൾ നഷ്ടത്തിലേക്ക് പോകും. അതെ, നമ്മളതിനെ അറിഞ്ഞ് വേണം തുടങ്ങാനായിട്ട്. അതെ, തീർച്ചയായിട്ടും. ഇപ്പം ലാബ് വന്നത് പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം ഒരുപാട് ലാബുകളുണ്ട്. നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ സെൽഫായിട്ടുള്ള നമ്മുടെ ചെക്കപ്സ് നമുക്ക് ചെയ്യാൻ പറ്റുന്നു. ഷുഗറിൻ്റെ ആയിക്കോട്ടെ, കിഡ്നി, ലിവർ, ഹാർട്ട്, അല്ലെങ്കിൽ ഏത് തരം ടെസ്റ്റുകളും ഇപ്പം നമുക്ക് ഡോക്ടറെ പ്രിസ്ക്രിപ്ഷൻ ഇല്ലെങ്കിൽ പോലും നമുക്ക് ഈ പറഞ്ഞ പോലെ നമ്മളുടെ ഒരു സെൽഫ് ചെക്കപ്പ് എന്നുള്ള രീതിയിലേക്ക് ചെയ്യാനായിട്ട് ഏറ്റവും കൂടുതൽ വരുന്നത് ഏത് ആളുകളാണ് അത്തരത്തിൽ ചെയ്യുന്നതിൽ? ഇപ്പം അങ്ങനെ പ്രായ വ്യത്യാസമൊന്നുമില്ല. എല്ലാ ആൾക്കാരും കോൺഫിഡൻറ്റ് ഇത് ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം എന്നുള്ള മൈൻഡഡാണ് ആൾക്കാർ. എല്ലാവരും ഹെൽത്ത് പാക്കേജിൻ്റെ വന്ന് ചെയ്തു പോകുന്നുണ്ട്.
പ്രത്യേകിച്ച് ഇപ്പോൾ ഇനി ഇൻഷുറൻസ് ഇതിന് ലാബും കൂടി ഇൻഷുറൻസിൽ ഫ്രീ ചെക്കപ്പ് വിദേശ രാജ്യങ്ങളിലെല്ലാം തുടങ്ങിക്കഴിഞ്ഞു. ജനങ്ങൾ വന്ന് ടെസ്റ്റ് ചെയ്യണം. അപ്പോൾ ഇൻഷുറൻസ് എടുക്കാൻ പോളിസി എടുക്കണമെങ്കിൽ തന്നെ ഇൻഷുറൻസ് ഇതുണ്ട് പറയുന്നുണ്ട് ലാബ് ടെസ്റ്റ് ചെയ്യണമെന്നുണ്ട്. അയാൾക്ക് ഓൾറെഡി രോഗമുള്ള ആളാണെങ്കിൽ ഇൻഷുറൻസ് കവറേജിന്. പക്ഷേ കേരളത്തിലെ ഇൻഷുറൻസ് കവറേജ് മൊത്തത്തിൽ അതൊരു ക്ലിയർ ആയിട്ട് പോകുന്നില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ നിന്ന് എനിക്ക് മനസ്സിലായത്. അപ്പം അതൊന്നും കൂടി സ്ട്രിക്റ്റായിട്ട് ഇൻഷുറൻസ് കവറേജ് എല്ലാവർക്കും കിട്ടുന്ന സിസ്റ്റത്തിലേക്ക് വരുമ്പോൾ ആൾക്കാർ ഒന്നും കൂടി ഇതിലേക്ക് വരും. എല്ലാ രാജ്യത്തും അങ്ങനെ തന്നെയാണ്. പാക്കേജിൽ ഇൻഷുറൻസ് പാക്കേജിൽ ഫ്രീ ടെസ്റ്റും കൂടെ വരുമ്പോൾ ആൾക്കാർ വന്ന് ടെസ്റ്റ് ചെയ്ത് അവരെ ഒന്നും കൂടി ഹെൽത്ത് ഫിറ്റാണോ എന്നുള്ളത് നോക്കും. ഇപ്പം നമ്മൾ കോഴിക്കോട് മാത്രമാണ് ബിസിനസ്? അതെ, കോഴിക്കോട് വയനാടും. ഓക്കെ. ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് ആ ഒരു ഭാഗത്തോട്ടൊക്കെ പോകാൻ മലപ്പുറം ജില്ലയിലേക്ക് നോക്കണമെന്നുണ്ട്. അത് ഷോപ്പുകൾ നോക്കുന്നുണ്ട്. നെക്സ്റ്റ് അപ്ഡേഷൻ എന്താണ്? തന്നെ പുതിയ ന്യൂജൻ സ്റ്റൈലുള്ള മെഡിക്കൽ ഷോപ്പിന് എല്ലാം അപ്ഡേറ്റ് ചെയ്യാന്നുള്ളതാണ്. നമ്മുടെ സിസ്റ്റം ഒക്കെ ഇപ്പോൾ ക്ലിയറായി. ഇപ്പം പർച്ചേസൊക്കെ വളരെ സെൻട്രലൈസ്ഡ് പർച്ചേസിലേക്കൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി പിന്നെ ഷോപ്പുകൾ എണ്ണം കൂട്ടുമ്പോൾ പുതിയ ജനറേഷൻ ഈ കോസ്മെറ്റിക്കും കൂടെ ഉൾപ്പെടുത്തിയിട്ട് ആൾക്കാർക്ക് ഫ്രീ ആക്സസ് ചെയ്യാൻ പറ്റുന്ന മെഡിക്കൽ ഷോപ്പ്. പ്രിസ്ക്രിപ്ഷൻ കൊടുക്കുന്നതിനൊപ്പം കോസ്മെറ്റിക്കിനും കൂടി ഇമ്പോർട്ടൻസ് കൊടുത്തുകൊണ്ട്. ഇതിലിപ്പം ഫാമിലിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ, കാരണം ഫാമിലി എന്ന് പറയുമ്പോൾ ഏതൊരു ബിസിനസ്സിലും ഞാൻ നേരത്തെ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഏതൊക്കെയാണ് ഇൻട്രസ്റ്റഡ് ഏരിയ എന്ന് വെച്ചപ്പോൾ ബിസിനസ് അല്ലെങ്കിൽ പിന്നെ എന്തെന്ന് വെച്ചാൽ ബിസിനസ് ഇല്ലെങ്കിൽ ഫാമിലി എന്നുള്ളതാണ്. ഒരു ഫാമിലി മാനാണ് എപ്പോഴും ആ ഒരു ഇഷ്ടം. അപ്പോൾ ഡെയിലി വീട്ടിൽ എപ്പോഴും ഡെയിലി ഭക്ഷണം കഴിക്കാനൊക്കെ വീട്ടിൽ തന്നെ പോവുക. ഷോപ്പ് ഇവിടെ അടുത്തായതുകൊണ്ട് ഇവിടെ മലാപ്പറമ്പാണ് താമസിക്കുന്നത്. ബിസിനസ് ഒരു പൊളിറ്റീഷ്യനാണ്. അപ്പം എല്ലാ സമയവും അവൈലബിൾ ആയിരിക്കില്ല, എന്നാലും ഉള്ള സമയത്തൊക്കെ ഫാമിലീൻ്റെ കൂടെ തന്നെ ഉണ്ടാവും. മക്കള് 3 ആൺകുട്ടികളാണ്. മൂത്താൾ ഡിഗ്രിക്ക് പഠിക്കുന്നു, ഡിഗ്രി ഇപ്പം കഴിഞ്ഞു. രണ്ടാമത്തെ ആൾ 10th-ലാണ്, മൂന്നാമത്തെ ആൾ 2nd സ്റ്റാൻഡേർഡ്. നമ്മളെപ്പോഴും ബിസിനസ്സിൽ പറയും നെക്സ്റ്റ് ജനറേഷൻ ഡെവലപ്പ് ചെയ്തെടുക്കണം എന്നുള്ളത്. അത്തരത്തിലുള്ള ഇൻട്രസ്റ്റ് അവർക്കുണ്ടോ? അവരിപ്പോൾ തന്നെ ഞാൻ ഷോപ്പ് കൊണ്ടുപോയി ഇരുത്തും. വെക്കേഷൻ സമയത്തൊക്കെ ഒന്ന് കൊണ്ടുപോയി ക്യാഷിലൊക്കെ ഒന്ന് ഇരുത്തി ഒരു ഷോപ്പിനോടൊരു ഇൻട്രസ്റ്റ് വരുത്തി. ബിസിനസ് ആണല്ലോ ഒരു ഇത്. അതെ, എൻ്റെ വാപ്പ അങ്ങനെയാണ് ചെയ്തത്. വാപ്പ ഏറ്റവും നന്നായിട്ട് പറഞ്ഞു തന്നിട്ടുള്ള ഒരു കാര്യം എന്തായിരിക്കും? നമ്മൾ ബിസിനസ് ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും കുറേ കാര്യങ്ങൾ നമ്മളെ പറഞ്ഞ് മനസ്സിലാക്കി തരുമല്ലോ. നമ്മളെ വിശ്വാസത്തിലെടുക്കുക, നമ്മളെ ഇൻവെസ്റ്റേഴ്സിനെ നമ്മളെ വിശ്വാസത്തിലെടുക്കുക. പേയ്മെൻറ്റ് അവർക്കുണ്ടാകുന്ന പ്രോഫിറ്റ് നമുക്ക് നഷ്ടം വന്നാലും നമ്മളെ കൂടെ നിന്ന ആൾക്കാർക്ക് നഷ്ടം വരാത്ത രീതിയിൽ അവരെ ഇൻവെസ്റ്റ്മെൻറ്റിന് സെക്യൂരിറ്റി കൊടുക്കുക. ഈ ഇൻവെസ്റ്റേഴ്സിനെ എടുക്കുമ്പോഴേ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇൻവെസ്റ്റേഴ്സ് എന്നുള്ളത്. പല ആളുകളും ഈ പറയുന്ന പോലെ ഇൻവെസ്റ്റ് ചെയ്ത് ഒന്നുമല്ലാതായി പോകുന്ന ആളുകളുണ്ട്. എസ്പെഷ്യലി ഇപ്പോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ മോഹന വാഗ്ദാനങ്ങൾ കേട്ടുകൊണ്ട് ഈ പറയുന്ന പോലെ ചതിക്കൂടി വീഴുന്ന ആളുകളുമുണ്ട്. സോ ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടൊന്ന് ഭയക്കും. ഇൻവെസ്റ്റ് ചെയ്താൽ റിട്ടേൺ കിട്ടുമോ, അല്ലെങ്കിൽ അതെങ്ങനെ വിശ്വസിക്കണം? ഇപ്പം പച്ചയായ രീതിയിൽ അതിനെ ഒരു ബിസിനസ് ഇങ്ങനെയാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർക്ക് അത് മനസ്സിലാവണമെന്നില്ല. എങ്ങനെയാണ് ഇൻവെസ്റ്റ്മെൻറ്റ് നമ്മൾ എടുക്കുമ്പോഴും അല്ലെങ്കിൽ കൊടുക്കുമ്പോഴൊക്കെ ശ്രദ്ധിക്കേണ്ടത്? നമ്മൾ സ്വാഭാവികമായിട്ടും ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ, കച്ചവടത്തിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പം അതിന് പാരലായിട്ട് ഒരു സ്വത്ത് കൂടെ വാങ്ങിച്ചു വെക്കണം എന്നാണ് എൻ്റെ വാപ്പ എന്നോട് പറഞ്ഞൊരു കാര്യം. അഥവാ ആ ബിസിനസ് മൊത്തമായിട്ട് പോയാൽ നമുക്ക് ആ സ്വത്ത് വിറ്റിട്ട് അതിൻ്റെ പ്രശ്നം അവിടെ തീർക്കാൻ കഴിയണം. വേറൊരു സാധനം അതിലേക്ക് കൊണ്ടുപോയി ഇടരുത്. ആ ബിസിനസ് എത്രയാണോ നമ്മളെ ഇൻവെസ്റ്റ്മെൻറ്റ് അതിനാണ് കണക്കായ ഒരു സ്വത്ത്. ഇപ്പം അതൊന്നും പ്രാക്ടിക്കലല്ല, പക്ഷേ അത് ഉണ്ടെങ്കിൽ നമുക്കത് ആ ബിസിനസ്സിന് നഷ്ടം വന്നാൽ ഒരു ലാൻഡ് വാങ്ങിച്ചിട്ട് ഒരു 10 സെൻറ്റ് സ്ഥലം വാങ്ങിച്ചിട്ട് അതിൻ്റെ ഒരു ഹൈപ്പ് കിട്ടുമല്ലോ, ആ നഷ്ടം ഇതിൽ നികത്താമെന്നുള്ളതാണ് ഒരു നല്ലൊരു കാര്യമാണ്. പക്ഷേങ്കിൽ അത് പ്രാക്ടിക്കലാക്കാൻ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അല്ല, എനിക്ക് തോന്നുന്നത് ഏത് കാര്യം നമ്മൾ സംസാരിച്ചപ്പോഴൊക്കെ നമ്മൾ മുന്നിൽ വിജയം ആഗ്രഹിക്കുമെങ്കിലും ഫെയിലിയർ ഉണ്ടായാൽ എങ്ങനെ നമ്മളതിനെ ഹാൻഡിൽ ചെയ്യണം എന്നുള്ളതാണ് ഏറ്റവും ബേസിക് ആയിട്ടൊക്കെ നോക്കുന്നതെന്ന് തോന്നുന്നു അല്ലേ? കാരണം അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആളുകളും നമ്മൾ ആ ഒരു ബിസിനസ്സോടുകൂടി നമ്മൾ ഡൗണായി നമ്മൾ വീട്ടിലിരിക്കുന്ന സിറ്റുവേഷൻ വരും. അത് ജയിച്ചാൽ നല്ലത് എന്നുള്ള ഒരു ഇതിൽ മാത്രമേ ആ ബിസിനസ് തുടങ്ങിയിട്ട് കാര്യം. അതെ, നമ്മൾ ഈ പറഞ്ഞ പോലെ നമ്മൾ വിചാരിക്കുന്ന പോലെ പോകുന്ന ഒന്നല്ല ബിസിനസ്, ഒരിക്കലല്ല. ഓക്കെ. ഇനി ബിസിനസ്സിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഫ്ലുവൻസ് ചെയ്ത വ്യക്തികൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെയായിരിക്കും? മലബാർ അഹമ്മദ് ഖാൻ, യൂസുഫ് അലി ഖാൻ, ഇതൊക്കെ നമ്മളെ റോൾ മോഡൽസ് ആണ്. അവരൊക്കെ ഈ പറഞ്ഞ പോലെ ഈ കൂട്ടായ്മയുടെ ആളുകൾ. അതെ, അവരൊക്കെ പിന്നെ പാർട്ട്നേഴ്സിനെ അവരെ ഇൻവെസ്റ്റേഴ്സിനെ നന്നായി സന്തോഷിപ്പിച്ച ആൾക്കാരാണ്. ഇൻവെസ്റ്റേഴ്സിനെ ഒരിക്കലും മുഷിപ്പിച്ചിട്ടില്ല. അത് വളരെ ഇമ്പോർട്ടൻ്റ്. ഒരു ബിസിനസ് ഒരിക്കലും ഒരു വ്യക്തിയുടെ
ഗ്രോത്ത് ഒരിക്കലും ഒരു വ്യക്തിയുടെ ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ട് തന്നെ തീരൂല. അങ്ങനെയാണെങ്കിൽ എൻ്റെ വാപ്പാക്ക് അന്നേ ഒരു ഷോപ്പ് ഒന്നിച്ചെടുക്കാനുള്ള കഴിവൊക്കെ അന്നുണ്ടായിരുന്നു. വാപ്പാൻ്റെ വാപ്പാക്ക് ഒരുപാട് സ്വത്തുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വിറ്റിട്ട് വേണേൽ ഉപ്പാക്ക് ഒറ്റക്കെടുക്കായിരുന്നു. പക്ഷെ വാപ്പ അന്ന് പാർട്ട്നേഴ്സിനെ കൂട്ടുകയായിരുന്നു. ആ പാർട്ട്നേഴ്സ് ഇന്നും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് ഏറ്റവും. 30-32 വർഷമായി പാർട്ട്നേഴ്സ് ഇപ്പോഴും അതേ പാർട്ട്നേഴ്സ് ഉണ്ട്. അതിന് കൂടെ വാപ്പ എന്നെ ഏൽപ്പിച്ച 10-15 പാർട്ട്നേഴ്സിനെയാണ്. എൻ്റെ കൂടെ ഇപ്പോൾ ഒരു 10-20 പാർട്ട്ണർമാർ വേറെ ഉണ്ട്. അപ്പം 10-35 പാർട്ട്ണർമാർ ഇപ്പോൾ എനിക്കുണ്ട്. എനിക്ക് തോന്നുന്നു നമ്മൾ ഈ പറഞ്ഞ പോലെ ബിസിനസ് അല്ല കൈമാറിയത്, പാർട്ട്നേഴ്സിനെയാണ് കൈമാറിയത് അല്ലേ? ഓക്കെ, പാർട്ട്ണർഷിപ്പിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് ഈ പറഞ്ഞ പോലെ വിശ്വസ്തതയും ഒരുപാട് നമ്മൾ സഹിക്കേണ്ടി വരും. അതെന്ന് വെച്ചാൽ അടുത്ത ജനറേഷൻ അവരെ മക്കളാണ് നമ്മളെ. എൻ്റെ വാപ്പായും വാപ്പാൻ്റെ പാർട്ട്നേഴ്സും അല്ല, അവരെ നെക്സ്റ്റ് ജനറേഷൻ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് അഭിപ്രായ വ്യത്യാസങ്ങൾ കൂടാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ ഹാൻഡിൽ ചെയ്തിട്ട് ഒരു അമിക്കബിളായിട്ട് കൊണ്ടുപോകാൻ കഴിയാന്ന് പറയുന്നത് പ്രശ്നങ്ങളുണ്ടാവും. ഇല്ല എന്ന് പറയുന്നത് ഓരോരുത്തരുടെ കാഴ്ചപ്പാടും ഓരോ മക്കളെ കാഴ്ചപ്പാടും വാപ്പാൻ്റെയും അന്നത്തെ പാർട്ട്നേഴ്സിൻ്റെയും കാഴ്ചപ്പാടും ഒന്നായിരിക്കും. പ്രോഫിറ്റ് മേക്കിംഗ് അല്ലെങ്കിൽ അത് നിലനിൽക്കുക, നമുക്കൊരു 10 ഉറുപ്പിക കിട്ടാനുള്ളതാണ്. മക്കളായി വരുമ്പോൾ അവർക്ക് അവരെ പ്രസൻസിൻ്റെയും അവരില്ലാത്തതിൻ്റെയും ഒക്കെ എല്ലാവർക്കും എല്ലാ മക്കൾക്കൊന്നും ആ പ്രസൻസിലേക്ക് എത്താൻ കഴിയില്ല. അപ്പോൾ ആ ഒരു ഈഗോ ക്ലാഷൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെ മാനേജ് ചെയ്ത് കൊണ്ടുപോകാൻ തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അവിടെ നിന്ന് തന്നെയാണ് ശരിക്കും എനിക്ക് തോന്നുന്നത് മലബാർ ഏരിയയിലെ ഏറ്റവും വലിയ സക്സസ് ആദ്യ ഈ ഒരു പാർട്ട്ണർഷിപ്പിന് അവർ കറക്റ്റായിട്ട്. അത് ആ പാർട്ട്ണർഷിപ്പിൻ്റെ ഏറ്റവും ഗൾഫിൽ ഇപ്പം ഇവിടെ നമുക്ക് ഏതെങ്കിലും ഒരു രേഖ ഉണ്ട്, കടലാസിൽ എഴുതി വെക്കുന്നുണ്ട്, ഇന്നേ പാർട്ട്ണർ ഇന്ന ഡീഡുണ്ട്. ഗൾഫിൽ ഒരു ഡീഡും ഇല്ലാന്ന് ഒരു ബിസിനസ് ചെയ്യുന്നത്. വാക്കാൽ പറയാണ് നീ ഇത്ര ശതമാനം പാർട്ട്ണർ, നീ ഇത്ര ശതമാനം. അതിൻ്റെ ഓണർ അന്ന് ഇപ്പോഴത്തെ സിസ്റ്റം മാറി. അന്ന് ബാരെങ്കിലൊക്കെ നമ്മൾ വാക്കാലെ പറയാണ് നീ എൻ്റെ പാർട്ട്ണർ ഇത്ര ശതമാനം. അതിൻ്റെ ബേസിലാണ് പൈസ കൊടുക്കുന്നത്, ലാഭവും കൊടുക്കുന്നത് അങ്ങനെ തന്നെ. അതിനൊരു ഡീഡോ ഒന്നുമില്ല. ലൈസൻസ് കിടക്കുന്നത് അറബീൻ്റെ പേരിലാണ്. ഇവർ ജസ്റ്റ് അവരെ ഒരു പണിക്കാരൻ എന്നുള്ള നിലക്കാണ്. പിന്നെ പേരിന് പാർട്ട്ണറാന്ന് പറയും. ഓണർ കംപ്ലീറ്റ് അറബിയാണ്. ആ ഒരു വിശ്വാസത്തിൻ്റെ മേലെ തുടങ്ങിയ ബിസിനസ് ആയതുകൊണ്ടാണ് ഇവിടെ അത് സിസ്റ്റം നിലനിന്ന് പോകുന്നത്. ഈ രേഖാപരമായിട്ട് ബിസിനസ് ചെയ്തിട്ട് ലാഭം ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അത് ഷെയർ ചെയ്യുക എന്നൊക്കെ പറയുമ്പോൾ അത് ഒരിക്കലും നടക്കില്ല. അത് വിശ്വാസമാണ്. അവരെ വിശ്വസിച്ചിട്ട് നമ്മളെ ഏൽപ്പിക്കുന്നതുകൊണ്ട് നമുക്കത് ഒരു കമ്മിറ്റ്മെൻറ്റ് കൂടുതലാണ് അവരെ ലാഭം അവർക്ക് എത്തിക്കുക എന്നുള്ളത്. തീർച്ചയായിട്ടും നമ്മളെ വിശ്വസിച്ച ഒരാളാണ്, തീർച്ചയായിട്ടും തിരിച്ചു കൊടുക്കുക എന്നുള്ളത്. അതെ, അതിൽ രേഖേൻ്റെ കാര്യമല്ല. ഇതിൽ സൗഹൃദ ബന്ധങ്ങൾ നമുക്ക് ഈ പറഞ്ഞ പോലെ. അതെ, എൻ്റെ പുതിയ പാർട്ട്നേഴ്സൊക്കെ എനിക്കുണ്ടായത് സൗഹൃദത്തിലൂടെയാണ്, യാത്രകളിലൂടെയാണ്. അവർ പിന്നെ സംസാരത്തിലൂടെ ഇവനെ വിശ്വസിക്കാൻ കൊള്ളാമെന്നുള്ള ഞങ്ങൾക്ക് ആൾക്കാർ പൈസ തരുന്നതാണ്. അപ്പം അത് നമ്മൾ തിരിച്ചു അങ്ങോട്ട് കാണിച്ചില്ല. ഒരാളിൽ നിന്ന് അങ്ങനെ ഒരു മോശാനുഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാൾ മറ്റാളോട് പറയും ഇവൻ ഇങ്ങനെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് പിന്നെ ഇൻവെസ്റ്റേഴ്സിന് നമുക്ക് കിട്ടില്ല, ആരും ചെയ്യില്ല. അപ്പം നമ്മൾ നഷ്ടം സഹിച്ചിട്ടാണെങ്കിലും നമ്മൾ അവർക്ക് ഡാമേജ് ഇല്ലാതെ അവരെ റെഡിയാക്കും. എന്തെങ്കിലും അങ്ങനെ ബിസിനസ്സിൽ വന്നാൽ അവർക്കൊരു ഡാമേജ് ഉണ്ടാക്കും. അതെ, അവരവിടുന്ന് റിട്രീവ് ചെയ്ത് പോവുകയാണെങ്കിൽ പോലും നമ്മളത് ക്ലിയർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അല്ല, ബിസിനസ്സുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പുറമേ കാണുന്ന കാറും വീടും അല്ലെങ്കിൽ അവരുടെ ഒരു നമ്മൾ കാണുന്നൊരിതല്ല, അതിനകത്ത് അവർ ഒരുപാട് ഈ പറയുന്ന പോലെ ഒരുപാട് കാര്യങ്ങൾ പഠിച്ച് പലപ്പോഴും എനിക്ക് തോന്നുന്നു എഡ്യൂക്കേഷൻ്റെ അപ്പുറത്തേക്കാണ് അവർ ഈ പറഞ്ഞ പോലെ. ബിസിനസ് അറിയാവുന്ന ആൾക്കാർ നമ്മളോട് ചോദിക്കും എങ്ങനെ നിങ്ങൾ കൂളായിട്ട് ഇങ്ങനെ നടക്കുന്നു ഇത്രയും. സിമ്പിളായിട്ട് അപ്പോൾ കൂളായിട്ട് നടക്കാൻ കഴിയുന്ന അത് ഒരുപാട് ആ ഉള്ളിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടാവും. അത് പുറത്ത് അങ്ങനെ കൂളാവണ നിവൃത്തിയില്ല. അവരെ പ്രസൻസ് നന്നായിട്ടില്ലെങ്കിൽ പ്രശ്നമാണ്. ഉള്ളിലുള്ള എത്ര സ്ട്രഗിൾ ഉണ്ടെങ്കിലും അത് പുറത്തേക്ക് വരില്ല അല്ലേ? ബിസിനസ് ആരോട് പറഞ്ഞിട്ട് കാര്യമില്ല, ആർക്കും അത് തീർക്കാം. ഒരു ബിസിനസ്സുകാരൻ്റെ ഒരു നഷ്ടങ്ങളൊന്നും വേറൊരാൾക്ക്, സ്വന്തം വീട്ടിലുള്ള ആൾക്ക് പോലും നഷ്ടം സഹിച്ച് കൊടുക്കാനൊന്നും കഴിയില്ല. അത് അയാൾക്ക് തന്നെ കവർ ചെയ്യാനേ കഴിയും. ഒരാൾ വീണ് കഴിഞ്ഞാൽ ഇവൻ ഒരു നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യണമെന്ന് വിചാരിച്ചാൽ പോലും സാധിക്കില്ല. ഇപ്പം തീപിടുത്തങ്ങളൊക്കെ ഉണ്ടായി, ഇവിടെ വലിയ നഷ്ടങ്ങളുണ്ടായി. ഒരു കൂട്ടായ്മ തന്നെ അത് സഹായിക്കാനൊക്കെ തയ്യാറാണ്. പക്ഷെങ്കിൽ തയ്യാറായാലും അതിങ്ങോട്ട് കൈ പിടിച്ച് പൊക്കാൻ വലിയ ബുദ്ധിമുട്ടാണ്. അങ്ങനെ ഇല്ലാതിരിക്കട്ടായിരിക്കും അങ്ങനെ. അതെ അതെ, തീർച്ചയായിട്ടും. നമ്മൾ കാണുന്നത് പോലെയല്ല, ഓരോ ബിസിനസ്സുകാരുടെ ഉള്ളിലും ഓരോ സ്ട്രഗിൾസ് ഉണ്ട്. തീർച്ചയായിട്ടും അത് ആ സ്ട്രഗിൾ മാത്രമല്ല കേട്ടോ, സ്ട്രഗിളിൻ്റെ പുറമെ അവർ കാണിക്കുന്ന ഈ പറഞ്ഞ പോലെ പുഞ്ചിരി, അതിൻ്റെ മേലെ അവർ കാണിക്കുന്ന പുഞ്ചിരി, ശരിക്കും അതാണ് ദൈവതുല്യമാണ് ഓരോ ഓൺടർപ്രണേഴ്സ് എന്ന് പറയുന്നത്. കാരണം ഒരുപാട് പേർക്ക് ജോലി കൊടുക്കുകയാണല്ലോ. ജോലി മാത്രമല്ല, ഒരു ബിസിനസ്സുകാരന് ഒരിക്കലും അവർക്ക് ജീവിക്കാൻ വേണ്ടി ഉള്ള പൈസ ഒരു ബേസ് ലെവൽ തന്നെ ഉണ്ടായിട്ടുണ്ടാവും. പിന്നീട് ഞാൻ എൻ്റെ ഒരു വലിയ പാർട്ട്ണറോട് ഞാൻ ഉപദേശിക്കുന്നത്, ഉപ്പാൻ്റെ ഒരു പാർട്ട്ണറുണ്ട്,
നമ്മളിപ്പോൾ ഒരേ ലെവലിൽ ഇപ്പം ചില സമയത്തൊക്കെ ഫണ്ട് ഒന്നായിട്ട് ഇങ്ങോട്ട് വരും. അപ്പോൾ നമ്മൾ അവരോട് ചോദിക്കും, എന്താ നമ്മളിപ്പോൾ ഇങ്ങനെ അധികം കഷ്ടപ്പെട്ടിട്ട് ഇങ്ങനെ ഉണ്ടാക്കുന്നത്, കുറച്ച് റിലാക്സ് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അയാൾ പറഞ്ഞ ഉപദേശം എന്ന് വെച്ചാൽ, നമ്മൾ ഇനി ഉണ്ടാക്കുന്ന പൈസ ഒന്നും നമുക്കുള്ളതല്ല, സോഷ്യൽ സർവീസിന് വേണ്ടിയിട്ട് നമുക്ക് പഠിച്ചോൻ കഴിവ് തന്നാണ്, അത് അതിലേക്ക് ചിലവാക്കുക. ഏത് ബിസിനസ്സുകാരൻ്റെയും ഒരുവിധം ഞാൻ മനസ്സിലാക്കിയ ആൾക്കാരൊക്കെ അവരൊരു സ്റ്റേജ് കഴിഞ്ഞാൽ 3/4 പോകുന്നത് സോഷ്യൽ സർവീസിനാണ്. ഇപ്പം നമുക്കൊന്നും ജീവിക്കുന്നതിനേക്കാൾ അധികം പൈസ നമ്മൾ എന്തിന് ഡൊണേഷൻ കൊടുക്കുന്നു. ജീവിക്കാനുള്ള ചിലവിനേക്കാളും അധികം പൈസ ഡൊണേഷൻ കൊടുക്കും. നമുക്ക് പൈസ ഇപ്പം വേണ്ടത് മെയിനായിട്ട് ഡൊണേഷൻ. അതൊക്കെ നമുക്കത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം നമ്മൾ സ്വാഭാവികമായിട്ട് ഡൗണായി. നമുക്ക് ഒരാൾ നമ്മളോട് ഒരു കാര്യം വന്ന് ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമ്മളൊന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാൽ നമുക്കത് കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ഡൗൺ ആവും. ആ വേദന ഒരു ബിസിനസ്സുകാരനെ അറിയുള്ളൂ അല്ലേ? അതെ. അപ്പോൾ നമ്മൾ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഒരു ലെവൽ കഴിഞ്ഞാൽ പിന്നെ പൈസ ഉണ്ടാക്കുന്നത്. അതിൽ പലതും മറ്റുള്ളവർ അറിയുന്നില്ല എന്നുള്ളതാണ്. അത് അറിയേണ്ട കാര്യമൊന്നുമില്ല, നമ്മളെ സാറ്റിസ്ഫാക്ഷനാണ്. അതെ, അറിഞ്ഞുകൊണ്ട് കൊടുക്കുന്നത് അത് മറ്റുള്ളവർക്ക് പ്രചോദനമാവട്ടെ എന്ന് ചില കേസിൽ കൊടുക്കേണ്ടി വരും. ഞാൻ മുമ്പ് ആൾക്കാർ ഇങ്ങനെ ഒരു പിരിവൊക്കെ കൊടുക്കുമ്പോൾ പരസ്യമൊക്കെ കൊടുത്ത് ഫോട്ടോ കൊടുക്കുമ്പോൾ ഞാൻ തന്നെ ചിന്തിക്കുന്നത്, ഇയാളെന്തിന് ഇങ്ങനെയൊക്കെ കൊടുക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ ചില ആൾ ഇങ്ങനെ കൊടുക്കുന്നുണ്ട്, ഇങ്ങനെ ബുദ്ധിമുട്ടിയ ആൾക്കാരുണ്ട്, അവരെ സഹായിക്കണം, മറ്റുള്ളവരും കൂടി അറിയേണ്ടിക്കേണ്ട ഇപ്പോൾ അതേ വഴിയുള്ളൂ. അല്ലാണ്ട് നമ്മൾ ഒരാൾ വിചാരിച്ചാലൊന്നും ഒരാളെ പ്രശ്നം തീർക്കാൻ കഴിയില്ല. അതെ, അങ്ങനെ വരുമ്പോഴാണ് ആ പ്രശ്നം. ഇപ്പം 35 കോടി ആറ്റം പിരിച്ച് റഹീം ജയിലിലിറക്കി. അതൊരാൾ വ്യക്തി വിചാരിച്ചാൽ നടക്കുമോ? ഒരു വ്യക്തിൻ്റെ കയ്യിൽ പൈസ ഉണ്ടാവും ചിലപ്പോൾ, കൊടുക്കാനൊക്കെ ഉണ്ടാവും, പക്ഷേ അയാൾക്ക് അത് മാത്രം കൊടുത്താൽ പോരല്ലോ. അതെ, ഒരുപാട് അതുപോലെ ഒരുപാട് ആൾക്കാരെ നമ്മളെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരിലേക്കെല്ലാം എത്തണ്ടേ നമ്മൾ ഷെയർ. അപ്പോൾ ഒരാൾക്ക് കൊടുത്ത് അങ്ങോട്ട് തീർക്കാൻ പറ്റില്ല. അപ്പോൾ അത്തരം സമയത്ത് ഇതുപോലെ പബ്ലിസിറ്റിയും ആവശ്യമാണ്, കൊടുക്കുന്നതിന് പബ്ലിസിറ്റിയും ആവശ്യമാണ്. മുമ്പൊക്കെ അത് നമ്മളൊന്നും തീരെ ഇഷ്ടപ്പെടുന്നില്ല, പബ്ലിസിറ്റി കൊടുത്തിട്ട് പൈസ കൊടുക്കാൻ ഇഷ്ടപ്പെടുന്നില്ല. സാഹചര്യങ്ങൾ ഇപ്പം അങ്ങനെ ആക്കിയാൽ മാത്രമേ മറ്റുള്ളവനും കൊടുക്കൂ. അതെ, അതാണ് അതിൻ്റെ ഒരു മെയിൻ കാര്യം. ഹോട്ടൽ ബിസിനസ് എന്ന് പറയുമ്പോഴേ നമ്മളിങ്ങനെ പറയും, ഈ പറഞ്ഞ പോലെ കുറേ കാറുകളെ നിർത്തിക്കഴിഞ്ഞാൽ അവിടെ കുറേ ബിസിനസ് ഉണ്ടെന്ന് വിശ്വസിക്കുന്നതാണ് ഹോട്ടൽ ബിസിനസ് എന്ന് പറയും. എങ്ങനെയാണ് ഹോട്ടൽ ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സിസ്റ്റം? ഹോട്ടൽ ബിസിനസ് ഇതുപോലെ തന്നെ ഭയങ്കര ഒരു സ്ട്രഗിൾ ചെയ്യുന്ന ബിസിനസ്സാണ്. എല്ലാ ആൾക്കാരും ഒരു ഹോട്ടലിൽ പ്രിപ്പറേഷൻ അത് ടേബിളിലേക്ക് സാധനം എത്താൻ ഒരുപാട് ആളെ എഫേർട്ട് ഉണ്ടാവും. ടേബിളിലേക്ക് ഒരു ഫുഡ് എത്താൻ നല്ല സർവീസും നല്ല ഫുഡും കൊടുത്താൽ ബിസിനസ് ഓട്ടോമാറ്റിക് വരും. അതിന് ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. വഴിയോ പാർക്കിങ്ങോ ഒന്നുമില്ലാത്ത സ്ഥലങ്ങളിൽ നന്നായി ബിസിനസ് ചെയ്തിട്ടുണ്ട്. ഒരുപാട് പാർക്കിങ്ങും ഒരുപാട് സൗകര്യങ്ങളും എല്ലാം ഉള്ള സ്ഥലങ്ങൾ പൂട്ടിപ്പോയതുമുണ്ട്. ഹോട്ടൽ ബിസിനസ് ഭയങ്കര സ്ട്രഗ്ലിങ് ബിസിനസ് തന്നെയാണ്. അത് അറിയാതെ പല ആളും വന്ന് പെട്ട് നഷ്ടങ്ങൾ സംഭവിച്ചൊരു മേഖലയാണ് ഈ ഹോട്ടൽ. എൻ്റെ ഹോട്ടൽ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ, ഞാൻ സ്വന്തമായിട്ട് ഹോട്ടൽ ആദ്യമായിട്ട് സെറ്റപ്പ് ചെയ്തതല്ല, വാപ്പയായി തുടങ്ങി വെച്ച മെഡിക്കൽ കോളേജിലുള്ള ഒരു ഹോട്ടൽ, വേണാട് ഹോട്ടൽ. അത് 400 സീറ്റ്, അതിനെ ഡെവലപ്പ് ചെയ്യാൻ മാത്രമേ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുള്ളൂ. അപ്പോൾ അതൊരു റെഗുലർ കസ്റ്റമർ വരുന്ന ഒരു ഏരിയ ആയതുകൊണ്ട് നമ്മൾ അത് മെയിൻറ്റെയിൻ ചെയ്ത് നല്ല വൃത്തിയിൽ കൊണ്ടുപോകും. അത് പാർട്ട്നേഴ്സ് ഉണ്ട്, അവരും ഒരു സഹായത്തോടു കൂടി അത് വൃത്തിയിൽ പോകുന്നുണ്ട്. അതുപോലെ തന്നെ മാവൂർ റോഡിലൊരു ജിനാൻ ഹോട്ടലുണ്ട്. അത് പഴയ 93 മുതൽ ഉള്ള ഒരു KSRTCൻ്റെ നേരെ മുമ്പിലുള്ളതാണ്. അതിനൊരു സിഗ്നേച്ചർ ഐറ്റം ഉണ്ട് അവിടെ. ആ സിഗ്നേച്ചർ ഐറ്റം അവിടെ എല്ലാവർക്കും ഇഷ്ടമാണ്. അത് ചോദിച്ച് അന്വേഷിച്ച് അവിടെ പാർക്കിങ്ങോ ഒന്നുമില്ല. എന്നാലും ആ ഒരു ബിസിനസ് അന്നത്തെ ബിസിനസ്സിൻ്റെ ഏതാണ്ട് എത്രയോ ഇരട്ടി ബിസിനസ്സായിട്ട് അത് വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഈ ഹോട്ടൽ ബിസിനസ്സിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് എത്രത്തോളം ഉണ്ട്? സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസ് കൊണ്ട് ആൾക്കാർ ഒരിക്കലും അത് വന്ന് ടെസ്റ്റ് ചെയ്യും. ആ പറയുന്ന സോഷ്യൽ മീഡിയയിലുള്ള അറിഞ്ഞ ആ സാധനം അവിടെ നിന്ന് കിട്ടിയിട്ടില്ല, അത് അപ്പം തന്നെ, ഞാൻ പറഞ്ഞില്ലേ, ഈ ഹോട്ടൽ ബിസിനസ് തന്നെ അപ്പം സ്പോട്ടിൽ അറിയും. ജനങ്ങളുമായിട്ട് പെട്ടെന്ന് അതെ അടുപ്പമുള്ളൊരു മെയിൻറ്റെയിൻ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ഫീൽഡാണ്. അപ്പോൾ ആ ടേസ്റ്റ്, അതേ ടേസ്റ്റ് ഇപ്പം എൻ്റെ ഹോട്ടലിൽ ജിനാൻ ഹോട്ടലിലെ കോഴി പൊരിച്ചത്, അത് അന്ന് കഴിക്കുന്ന അതേ ടേസ്റ്റ് ഇപ്പം കിട്ടിയിട്ടുണ്ടെങ്കിലേ ഉള്ളൂ. ആ ടേസ്റ്റ് എങ്ങോട്ട് താഴോട്ട് പോയിട്ടുണ്ടെങ്കിൽ ആൾക്കാരത് നെക്സ്റ്റ് ഒരു ടേസ്റ്റ് കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. ഏതാണോ രുചി കിട്ടുന്ന അവിടത്തേക്ക് ആൾ പോകും. പിന്നെ ഈ പറഞ്ഞ പോലെ സർവീസിന് വളരെയധികം സർവീസ് നന്നായിട്ട് ഇപ്പം മുമ്പൊക്കെ വെറും ബംഗാളികളെ മാത്രം വെച്ച് കൊണ്ടുവന്ന സിസ്റ്റം മാറ്റി ഇപ്പം നല്ല സർവീസിനുള്ള ആൾക്കാരെ കൊണ്ടുവന്ന്, അവരൊന്നും മോശക്കാരായിട്ടല്ല, അവരൊക്കെ വൃത്തി മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള ഒരു സർവീസ് അല്ലാണ്ട് മുന്നോട്ട് കൊണ്ടുപോകുകയില്ല. സർവീസ് വളരെ ഇമ്പോർട്ടൻറ്റ്. വളരെ ഇമ്പോർട്ടൻ്റ്. മൊത്തം എത്ര സ്റ്റാഫ് ഉണ്ടാവും എല്ലാ ബിസിനസ്സിലും കൂടി? ഈ ഹോട്ടൽ മേഖലയിൽ മാത്രം 10-200 സ്റ്റാഫ് ഉണ്ടാവും. എല്ലാത്തിലും കൂടിയിട്ട് പറയുകയാണെങ്കിലും ഇപ്പോൾ ഒരു 450 സ്റ്റാഫ് ഉണ്ട്.
450. കാരണം 450 കുടുംബങ്ങളാണ് ഈ അതെ. ഒരൊറ്റ ആലിയ ഗ്രൂപ്പിന്റെ അണ്ടറിൽ എന്താ പറയുക വളരെ Okay. ഹാപ്പി ആയിട്ട് പോകുന്നതെന്നുള്ളതാണ്. അതെ. അപ്പം എന്താണെങ്കിലും ഇക്ക ഒരുപാട് സന്തോഷം. ഈ പറയുന്നത് പോലെ പല ഫീൽഡുകൾ തൊട്ടറിഞ്ഞിട്ടുള്ള, എസ്പെഷ്യലി എനിക്ക് തോന്നുന്നു മെഡിക്കൽ ഫീൽഡിൽ നിന്നൊക്കെ ഒരു കാര്യങ്ങളെ തുറന്ന് പറയുന്ന ഒരു ബിസിനസ്സുകാരൻ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരുപാട് ആളുകൾക്ക് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം നമ്മൾ കാണുന്ന ഒരു മെഡിക്കൽ ഷോപ്പ് എന്ന് പറയുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഒരു ലാബ് എന്ന് പറയുമ്പോൾ അതൊരു സിമ്പിളാണ്. എസ്പെഷ്യലി ഒരു ബിസിനസ്സുകാരെന്ന് പറയുമ്പോൾ നമ്മൾ ഈ ഒരു ഇൻ്റർവ്യൂവിൽ തന്നെ ബിസിനസ്സുകാർക്ക് ഒരുപാട് തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. അവർക്കതിൽ ലാഭം കിട്ടുന്നില്ല എന്ന് വെച്ചാൽ ലാഭം കിട്ടുന്നു എന്ന് നമ്മൾ പുറത്ത് നിന്നിട്ട് അസ്യൂം ചെയ്തെടുക്കുന്നതാണ് യഥാർത്ഥത്തിൽ. അവരുടെ ലാഭം അവരുടെ സന്തോഷമാണ്. ആ സന്തോഷമാണ് അവർ ഈ പറയുന്ന പോലെ പല കാര്യങ്ങളായിട്ട് നമ്മുടെ മുന്നിൽ തരുന്നത്. എനിവേസ് താങ്ക് യു ഇക്ക, താങ്ക് യു സോ മച്ച്. ഇനിയും ഒരുപാട് സ്വപ്നങ്ങൾ നിറവേറ്റാൻ സാധിക്കട്ടെ. ഈ പറയുന്നത് പോലെ കൂടുതൽ ഷോപ്പുകളും കൂടുതൽ അഡ്വാൻസ്ഡ് മെത്തേഡ്സ് ഒക്കെ ഉപയോഗിച്ച് പുതിയ രീതികൾ മലയാളികൾക്ക് പരിചയപ്പെടുത്താൻ സാധിക്കട്ടെ. താങ്ക് യു സോ മച്ച്.